രക്തബന്ധത്തിൽ തമ്മിലുള്ള അണചേർത്ത് വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ക്വാളിറ്റി കുറവ്. ഞാൻ എൻ്റെ സ്കൂട്ടറിൽ ഞാനും എൻ്റെ ചേട്ടനും കൂടെ പോയി മടിയിൽ കൊണ്ടുവന്ന ആളാണ്. മടിയിലെടുത്തിട്ട് ആളിങ്ങനെയൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ പച്ചക്കറി കൃഷി ചെയ്യുന്നത് എനിക്ക് ഈ വെള്ളം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. പഞ്ചായത്തിൽ നിന്ന് ഇപ്രാവശ്യം കൊടുത്തത് ഈ കോഴികളെയാണ്. സാധാരണ അവർ ഗ്രാമശ്രീയിലെ കൊടുക്കുന്നത്. പക്ഷെ ഇപ്രാവശ്യം കൊടുത്തത് ഇതാ. ഇപ്പൊ ഞങ്ങളുടെ പറമ്പിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ആ മണ്ണിരണ്ട. ഈ മണ്ണിര ക്രോസ് ആവില്ല. നമ്മുടെ നാടൻ മണ്ണിരയില്ല. ഇത് ബ്രീഡ് ചെയ്യുന്നതാണ് ഞങ്ങള്. ഗോൾഡ് ഫിഷ് ഇവിടെ ബ്രീഡ് ചെയ്യിക്കാറുണ്ട്. മേളില് കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ ആദ്യം തായ്ലൻഡുകാരനാണ്. നമ്മുടെ റോബസ്റ്റേക്കാളും ചെറിയതായിരിക്കും കൊലക്കുന്ന സമയത്ത്. ഇപ്പം ഇതിൽ നിന്നല്ല നമ്മുടെ വരുമാനം എന്നുള്ളത്. നമ്മുടെ ഓഫീസ് വർക്കും കാര്യങ്ങളും ഒക്കെയാണ്. പ്രൊഫഷൻ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ അതിൽ നിന്നുള്ളതാണ് നമ്മുടെ വരുമാനം എന്നുള്ളത്. അപ്പോൾ അത് കളഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു 3-3.5 മാസം കൊണ്ട് പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് ഇറച്ചായി കൊടുത്തു കഴിഞ്ഞാൽ നല്ല വിപണിയാണ്. ആ പ്രായത്തിലുള്ള താറാവിൻ്റെ മീറ്റിന് നല്ല ടെൻഡർ മീറ്റാണ്. ടേസ്റ്റ് ആയിരിക്കും. നെയ്യിന് നെയ്യും ഉണ്ടാകും. നല്ല ഇറച്ചിയും ഉണ്ടാകും. അപ്പൊ എന്തായാലും വീഡിയോ ഒരാളെ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് ഇതുവരെ എവിടെയും കിട്ടാത്ത അറിവുകൾ ഈ വീഡിയോയിലുണ്ട്. ഹാക്കിംഗ് എപ്പിസോഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കൾ, ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ നാടിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള നമ്മുടെ ഒരു മിക്സ്ഡ് ഫാം പരിചയപ്പെടുത്താൻ വേണ്ടി വന്നേക്കണത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ അവിടുത്തെ അരിഞ്ചേട്ടനെ പരിചയപ്പെട്ടിട്ട് നമ്മുടെ ഫാമിലെ കാഴ്ചകളൊക്കെ കണ്ടെന്ത് ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് തന്നെ തിരിച്ചു വരാം. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം. ചേർത്തല താലൂക്കിൽ പാണാവള്ളി ഗ്രാമപഞ്ചായത്തിൽ 5-ാം വാർഡ് ഒരു നിവാസിയാണ്. ഇവിടെ ചേട്ടൻ എന്തൊക്കെ വളർത്തുന്നുണ്ട്? ഇവിടെ ആദ്യം പശു, ആട്, കോഴി, താറാവ്, മീന് കുറച്ചുണ്ട്. പിന്നെ കുറച്ച് പച്ചക്കറികളുണ്ട്. അങ്ങനെ എത്ര നാളായിട്ടുണ്ട് ഇങ്ങനത്തെ മിക്സഡ് ഫാം സംവിധാനം? എത്ര നാളായിട്ടുണ്ട്? ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ താറാവ് ഞാൻ ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ പശുവും ആട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു 2007. അപ്പോൾ 2007 ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുകയും. അപ്പോൾ ആ സമയത്ത് നമുക്ക് പോക്കറ്റ് മണിക്ക് ആവശ്യകത ഉണ്ടല്ലോ. അന്നത്തെ ഒരു കാലത്തുള്ള പോക്കറ്റ് മണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മീൻ വളർത്തൽ, ഗപ്പി പോലുള്ളതോ, അല്ലെങ്കിൽ ഇപ്പോൾ താറാവാണെങ്കിൽ നമുക്ക് താറാമുട്ടയൊക്കെ ഒരു വിപണന സാധ്യത ഉള്ളതാണല്ലോ. ഇവിടെ അടുത്ത് ഈ ചെമ്മീൻ കമ്പനിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ചെമ്മീത്തല നമുക്ക് ഇതായിട്ട് കിട്ടും. അപ്പോൾ ഓൾറെഡി ഇവിടെ കടവിലുള്ള ആൾക്കാരൊക്കെ അത് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ രീതിക്ക് ചെമ്മീത്തല കൊടുത്ത് താറാവിനെ വളർത്തി ആ ഒരു പിക്കപ്പ് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡ് ഓൾറെഡി ചെയ്യുന്നതാണ്. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്കും നമ്മൾ അതൊന്ന് ഇവിടെയും കൂടെ അതൊന്ന് ചെയ്തു. ഒന്ന് കോഴി ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ കോഴിക്ക് കൊണ്ടുവന്ന് ഒരു 8-9 മുട്ട കൊണ്ടുവന്ന് ഞാൻ വെച്ചതാണ്. അന്ന് 5 കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കിട്ടി. ഭാഗ്യം കൊണ്ട് അന്ന് 4 പേടെ ഒരു പൂവനുമായിട്ടാണ് എനിക്ക് കിട്ടിയത്. അതിനുശേഷം പിന്നെ അവരെ വളർത്തിക്കൊണ്ടുവന്നതാണ് ഒരു തുടക്കം എന്നുള്ളത് പറയാം. ആ സമയത്ത് തന്നെ നമ്മള് ഗപ്പി ഏകദേശം എത്ര വർഷം മുമ്പായിരിക്കും? ഗപ്പിയൊക്കെ തുടങ്ങിയതും ഈ തറ തുടങ്ങിയൊക്കെ ഏകദേശം ഒരേ സമയത്താണ്. 2007-2008. ഞാൻ 7-ാം ക്ലാസ് 8-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നു. അപ്പൊ ഒരു 10-20 കൊല്ലത്തിനടുത്തായി തുടങ്ങിയിട്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജനിച്ചപ്പോഴേ ഇവിടെ പശു ആടുമൊക്കെ ഉണ്ട്. നമ്മൾ ഓൾറെഡി അതുമായിട്ട് ലിങ്ക്ഡ് ആണ്. പണ്ട് തൊട്ടേ ഇവിടെ പശു, ആട്, കോഴിയും പണ്ട് തൊട്ടേ ഉള്ളതാണ്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞങ്ങള് ആട് വളർത്തൽ നിർത്തിയതാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ കേരളത്തിലൊരു വിഷയമുണ്ട്. ശാസ്ത്രീയമായിട്ട് വളർത്തുന്ന ഒരു ചിന്താഗതി പൊതുവെ കുറവാണ്. എനിക്ക് ഇപ്പോഴും മടിയാണ്. ആണെങ്കിലും ഒരുപാട് ശാസ്ത്രീയമായിട്ടുള്ള വളർത്താൽ രീതിയിലേക്ക് ഞാൻ ഇപ്പോഴും വന്നിട്ടില്ല. ഒരു താല്പര്യം കൊണ്ട് നമ്മൾ പോകുന്നു. എന്നാലും കുറച്ച് കാര്യങ്ങൾ നോക്കുന്നു. എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു 2004 ഞങ്ങൾ ആട് വളർത്തൽ നിർത്തുന്ന സമയത്ത് ഇവിടെ ആടിന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ശോഷിച്ചു വരുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഏറ്റവും മെയിനായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് അറിയാം, കേരളത്തിൽ മിക്ക സ്ഥലങ്ങളും ഉണ്ടായിരുന്നതാണ്. ആൾക്കാരായാലും മുട്ടനാടിനെ മാറ്റിയില്ല. അവരുടെ വീട്ടിലൊരു മുട്ടനാടുണ്ടെങ്കിൽ അതിനെ തന്നെ അവിടെ വളർത്തുക. പിന്നെ അതിൻ്റെ സിബ്ലിങ്സുമായിട്ട് പിന്നെ ഇണചേർക്കുക. പിന്നെ അങ്ങനെ കുട്ടികൾ ഉണ്ടായി വരിക. അപ്പോൾ ഈ രക്തബന്ധത്തിൽ തമ്മിലുള്ള ഇണചേർത്ത് വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ക്വാളിറ്റി കുറവ്. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് അത് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമായിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ. ഇപ്പോൾ +1 +2 ഒക്കെ പഠിക്കുന്ന ആ ഒരു കാലഘട്ടമായപ്പോൾ ബയോളജി സയൻസ് ആയിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു വന്നപ്പോഴത്തേക്കുമാണ് ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, രണ്ടാമത് തുടങ്ങിയപ്പോഴത്തേക്കും ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചു. ഈ കറക്റ്റായിട്ട് ജനറേഷൻ മാറി വരുമ്പോഴത്തേക്കും മുട്ടനാടിനെ മാറ്റുന്ന രീതി, അല്ലെങ്കിൽ ആ മുട്ടനാടിന്റെ കുഞ്ഞിനെ ഇവിടെ നിർത്താത്തൊരു രീതി, അല്ലെങ്കിൽ ആ ഒരു നിർത്തി ഇവിടെ ഇണചേരുന്ന ഒരു സമയത്തിന് മുമ്പ് ഞങ്ങൾ അതിനെ കൊടുക്കുക. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് നമ്മളത് എപ്പോഴും നമുക്ക് സെയിൽ നടന്നുകൊണ്ടേയിരിക്കും. അതിനൊരു 6, 7, 8 മാസം നിലവിലെ ആട്ടുകുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് കാണിക്കാനൊക്കെ? ഉണ്ട്, 3-4 ഒക്കെ ഉണ്ട്. അതിപ്പോ ഇടക്കിടക്ക് കൊടുത്തോണ്ടിരിക്കുന്നു. ഇപ്പൊ ഉള്ളതും ചിലപ്പോ നാളെ മറ്റന്നാളായിട്ടും ഒക്കെ ആണെങ്കിലും ഇപ്പൊ പറഞ്ഞ താറാവിന്റെ കുഞ്ഞുങ്ങളാണെങ്കിലും അങ്ങനെയാണ്. നമ്മൾ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇടും. അപ്പം അതും ഒക്കെ ആയിട്ടൊക്കെ സെയിലായിട്ട് പോകും. ഇപ്പൊ ലാവൻഡർ കുഞ്ഞുങ്ങൾ കുറച്ച് ഓൾറെഡി സെയിൽ പോസ്റ്റ് ഇട്ടിട്ട് ഓൾറെഡി ഒരാൾ പറഞ്ഞിട്ടുണ്ട്
അടുത്ത് നമുക്ക് അതിനൊക്കെ ഒന്ന് കാണിച്ചാലോ? അത് കാണിക്കാം. അടുത്ത് തന്നെ മുട്ടൻ ഇതാണല്ലേ? നമ്മള് ക്രോസിംഗ് മൊത്തം ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതെ അതെ, ഇവരെ ചെയ്യുന്നത്. ഇവനെ ശരിക്കും എനിക്ക് മലപ്പുറത്തുനിന്ന് കിട്ടിയതാണ്. കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല, ഒരു ഗ്രൂപ്പ് വഴി കണ്ടപ്പോഴത്തേക്ക് ആള് കുഞ്ഞായിരുന്നു. ഇവിടെ ഒരു 4 മാസം പ്രായത്തിലാണ് ഇവിടെ വന്നത്. ഇവിടെ അരൂര് പെറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വണ്ടിയുണ്ട്. അപ്പൊ അതുവഴി വന്നപ്പോഴത്തേക്ക് ഞാൻ എന്റെ സ്കൂട്ടറിൽ ഞാനും എന്റെ ചേട്ടനും കൂടെ പോയി മടിയിൽ കൊണ്ടുവന്ന ആളാണ്. മടിയിലെടുത്തിട്ട് ആളിങ്ങനെയൊക്കെയാണ്. ഇപ്പൊ അടുത്ത് എന്ന് കഴിഞ്ഞാൽ എപ്പോഴാണ് അവന് കുത്താൻ തോന്നുന്നതെന്നും പറയാൻ പറ്റില്ല. ആളിങ്ങനെയൊക്കെ നിൽക്കും, ഇങ്ങനെയൊക്കെ ഒരായിട്ട് നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ പുള്ളി പറയുന്നത് നമുക്ക് ഇനി ഇടിച്ച് കളിക്കാം. ഇപ്പൊ പിള്ളേരും അങ്ങനെയുള്ള നമുക്ക് ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇടിച്ച് കളിക്കാം. ഇപ്പൊ ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ തോണ്ടും. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുതുകൊക്കെ മാന്തി ഇവൻ അത് റെഡിയാക്കി തരുവാൻ. അപ്പൊ ഇവരുടെ ഇയാളാണ് നമ്മൾ ക്രോസ് ചെയ്യിക്കണ അല്ലേ? ഇവിടെയാണ് നമുക്ക് പുറത്തുനിന്ന് നോക്കിയിട്ടൊക്കെ ആടുകൾ ഇവിടെ കൊണ്ടുവരാറുണ്ട് ആൾക്കാർ. അപ്പം ഇവന്റെ ചെവി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവരുടെ പിള്ളേരും ഉണ്ടാകുമ്പോഴത്തേക്ക് നാടൻ ആടുകളൊക്കെയാണ്. ആട്ടുകുഞ്ഞ് പുറത്തേക്ക് ഓടാങ്ങാണ്ട് ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളല്ലേട്ടാ? ഇതൊക്കെ ആവശ്യക്കാരോ നമുക്ക് കൊടുത്തോളൂ ഇവരൊക്കെ? ഇവര് ഇടക്കൊക്കെ നമ്മൾക്ക് എപ്പോഴാണോ ഒരു കൺജസ്റ്റഡ് ആയിട്ട് തോന്നുന്നത് അപ്പോഴേ നമ്മൾ കൊടുക്കും, സമയമായിട്ട് കൊടുക്കും. കാര്യം നമുക്ക് ഇവര് നിന്നത് കൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അതിപ്പോ ഇവിടെ താറാവാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. നമുക്ക് എപ്പോഴാണോ ഒന്ന് എണ്ണം കുറക്കണമെന്ന് തോന്നുന്നു ആ സമയത്ത് നമ്മൾ കുറക്കുള്ളൂ. അതേ അടുത്ത ആൾക്കാര് അത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇവന്മാർ ഒറ്റ പോക്കാണ്. എല്ലാരും ഇടയ്ക്ക് പോയി ഇവർക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കണം. ഇവിടെ പക്ഷെ പുല്ലൊന്നുമില്ല. ഈ പറമ്പിൽ പുല്ലില്ലാത്തത് ഇവരില്ല ഉള്ളത് കൊണ്ടല്ല. അത് ഞങ്ങൾ ഇവിടെ കോഴികളും താറാവും കൂടെ അഴിച്ചു വിട്ടേക്കുന്നു. കൂട്ടിൽ അങ്ങനെ ഇടാറില്ല അവരെ. അപ്പോഴത്തേക്കും അവര് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെയുള്ള ഒരു പുല്ല് കിളുത്ത് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കൊത്തി തിന്നുകളെ. അവർക്ക് ഇങ്ങനെ ഓടി നടക്കണം, അതാ കാര്യം. പുള്ളിക്കാരി നമ്മളങ്ങാട്ടി വന്ന് അത് ഒരു എപ്പോഴും ഒരു വൈൽഡ് ഇതാണ് പുള്ളിക്കാരി. കാര്യം ഇവിടെ ജനിച്ച് അത് അവളുടെ തള്ളി ഇതേപോലെ തന്നെയാണ്. പ്രായം ഉണ്ടാവും അവക്ക്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു 4-5 വയസ്സ് അവക്കുണ്ട്. ഇതൊരു സിരോഹിന്റെ ആ ഒരു കളറൊക്കെ കേറിയിട്ടുണ്ടല്ലോ. അതെ 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 അതെ, ക്രോസ് ആണല്ലോ. എല്ലാം ക്രോസ് ആണ്. എല്ലാം ക്രോസ് ആണ്. ഇവരൊക്കെ അങ്ങനെ ക്രോസ് ആയിട്ട് ഇതാക്കിയാണ്. അതേപോലെ തന്നെയാണ്. അപ്പൊ നമ്മളിപ്പോ ഇവരുടെ ഇവനായിട്ട് ക്രോസ് ചെയ്യിപ്പിച്ചതിന്റെ ഒരാൾ ഇവിടെ ഉണ്ടാവില്ല. അതായത് ഇപ്പൊ കുഞ്ഞുണ്ടല്ലോ, ഇപ്പൊ അവിടെ നടക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഇവന്റെ പിള്ളേരാണ്. അതൊരിപ്പോ 6 മാസം 7 മാസം അല്ലെങ്കിൽ 8 മാസത്തിനുള്ളിൽ നമ്മൾ കൊടുക്കും. അവരെല്ലാം 4 മാസം ആണ് ഏറ്റവും വലിയവളായിട്ട്. ചെറിയ പിള്ളേരാണ് 1 മാസമൊക്കെ. ഏറ്റവും ചെറിയ പിള്ളേർ 1 മാസമൊക്കെ അല്ലേ ആയുള്ളൂ. 2 മാസം ആകാൻ കൊടുക്കും നമ്മളത്. പിള്ളേരെ അങ്ങോട്ട് ഓടിയല്ലേ തള്ളല്ലേ? അതതിന്റെയാണ്. എന്താന്ന് വെച്ചാൽ ഇവർക്കും പോണം. അപ്പൊ ഇയാള് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിക്കത്തില്ല. ഇയാളാണ് ഇതിങ്ങളുടെ ഒക്കെ മെയിൻ ആള്. ഇവളിപ്പോ വിട്ട് കഴിഞ്ഞാൽ ആ പിള്ളേരെ വിളിച്ചോണ്ട് ഒറ്റ പോക്കായിരിക്കും. ഇവളെ എല്ലാരും ശീലിപ്പിക്കണത്. ഇവളാണ് ശീലിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മള് നേരത്തെ പാടത്ത് വിട്ട് തീറ്റിക്കുവായിരുന്നു. വിട്ട് തീറ്റിക്കുന്ന സമയത്ത് ഇവള് മാത്രം ഒറ്റ പോക്കങ്ങോട്ട് പോയി കളയും. ആ പാടത്ത് ബാക്കി എല്ലാരും കൂടെ നിൽക്കുമ്പോ ഇവള് മാത്രം പോയി കളയും. കണ്ടോ ഇവള് വിളിച്ചിട്ട് അവളുടെ പിള്ളേർ തന്നെ ഉണ്ടോ? ഇല്ല, വരത്തില്ല. ഇവളെ പോലെ തന്നെ അവൾ തള്ള വിളിച്ചാലും വരത്തില്ല പിള്ളേര്. അങ്ങനെയാണ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ പരിചയപ്പെടുത്തല്ലേ? പോയേക്കാം അങ്ങോട്ട്. ശരിയോ? എന്താ ഏത് അത് ക്യാരറ്റ് എന്നാ? വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ താറാവ് കൂടെ വരിക. പൊതുവെ എല്ലാരും പറയുമല്ലോ ഈ താറാവിനെ വളർത്തുന്നത് ഭയങ്കര സ്മെല്ലായിരിക്കും കാര്യങ്ങളൊക്കെ പറയുമല്ലോ. നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് താറാവ് കൂടി വന്നത്. അതുപോലെ തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തിനെ പറ്റി പറയാനുള്ളത്? അത് ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, ഇവർക്ക് കൊടുക്കുന്ന തീറ്റ. ഇപ്പൊ തീറ്റ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മെയിനായിട്ട് നമ്മളിപ്പോ അവരുടെ പ്രായത്തിനനുസരിച്ചിട്ട് ഇപ്പൊ ഗ്രോവറാണ് കൊടുക്കുന്നത്. ലാവൻഡർ കുഞ്ഞുങ്ങളുടെ പ്രായമാണെങ്കിലും പിന്നെയുള്ള നാടൻ താറാവുകളുടെ പ്രായത്തിനനുസരിച്ചിട്ടാണെങ്കിൽ ഇപ്പൊ അവർക്ക് കൊടുക്കേണ്ടത് കറക്റ്റ് ആയിട്ടുള്ള തീറ്റ ഗ്രോവർ തീറ്റ. നമ്മൾ മെയിനായിട്ടും അതാ കൊടുക്കുന്നത്. എന്നാൽ അത് മാത്രമല്ല, മാത്രം കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് എക്കണോമിക്കലി അതൊരു ഫീസിബിൾ ആയിട്ട് പോകത്തില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം ഇപ്പൊ ഇവിടെ അടുത്ത് തന്നെ ചെമ്മീന്തല കിട്ടുമെന്ന് പറഞ്ഞില്ലേ, വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ അത് കൊടുക്കും. പിന്നെ നോക്കുന്ന കാര്യം അത് ഇവിടെ കിടന്ന് ചീയുന്ന ഒരു പ്രവണത നമ്മൾ ഒഴിവാക്കും. അതായത് ഇവിടെ കിടന്ന് നമ്മുടെ വീടിന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞല്ലോ, മറ്റു വീടുകളും ചുറ്റും നമുക്ക് വീടുകളുണ്ട്. അപ്പം മണം വന്നു കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്ത് കിടന്ന് അതിന്റെ ഭക്ഷണാവശിഷ്ടങ്ങൾ കിടന്ന് ചീത്തയാവുന്ന ഒരു പ്രവണത നമ്മൾ ഒഴിവാക്കുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. ഏത് തീറ്റ കൊടുത്തു കഴിഞ്ഞാലും നല്ലത് കൊടുക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ടുള്ള ഒരു കാര്യം ഈ ടാങ്കിലുള്ള വെള്ളം മാറ്റുന്ന കാര്യമാണ്. ഞാനത് ഫ്രീക്വന്റ് ആയിട്ട് ഇപ്പൊ എനിക്കും ഫേസ്ബുക്കിൽ കൂടെ ഞാൻ പലതവണയായിട്ട് പല കർഷകരോടും ഞാനത് പറയാറുള്ള ഒരു കാര്യമാണ്. താറാവിന്റെ കാഷ്ടം ഏറ്റവും കൂടുതൽ കാണുന്ന അവർ കുളിക്കുന്ന വെള്ളത്തിലാണ്.
അപ്പോൾ ആ വെള്ളം നമ്മളിപ്പോൾ ഈ ടാങ്കാണല്ലോ ഇപ്പോൾ ഇവർക്ക് കുളിക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ തന്നെ ഒരു ചെറിയൊരു സെറ്റപ്പിൽ ഒരു 100-150 രൂപയ്ക്ക് ഷീറ്റ് മേടിച്ചിട്ട് ചെയ്ത ഒരു ചെറിയൊരു ടാങ്കാണ്. ഏകദേശം ഒരു 150 ലിറ്റർ വെള്ളം കപ്പാസിറ്റിയാണ് ഇതിനുള്ളത്. ഏറ്റവും ചെറിയ ചുരുക്കി നമുക്ക് ചെയ്യാൻ അതെ അതെ, വെറുതെ ഒരു കുഴി ഒഴിക്കുക, ഷീറ്റ് അതിലേക്ക് ഇടുക, വെള്ളം കെട്ടി നിർത്തുന്നു, ആ രീതിക്ക്. അത് നമ്മൾ ദിവസവും ഈ വെള്ളം മാറ്റണം, അതിലാണ് കാര്യം. ഇപ്പം നമ്മളിപ്പോൾ ഒരു കുളമുണ്ട് അല്ലെങ്കിൽ ഒരു പാടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കുറേ താറാവിനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ പലയിടത്തും താറാവിനെ വളർത്തുന്നിടത്ത് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ആ വെള്ളം എന്ന് പറയുമ്പോൾ കറുത്ത് കിടക്കും. കാര്യം ഇവർ വെള്ളത്തിലാണ് കാഷ്ടിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൽ അതിൻ്റെ അമോണിയയുടെ അംശമൊക്കെ വളരെയേറെ കൂടുമ്പോൾ ആ വെള്ളമൊക്കെ അങ്ങനെ കറുത്ത് കിടക്കും. ഇപ്പം ഇത് കണ്ടു, ഇത് ഒരു ദിവസം കൊണ്ടുള്ള വ്യത്യാസമാണ് ഈ വെള്ളത്തിലുള്ളത്. ഇപ്പോൾ വെള്ളം മാറ്റണ സമയമായി. ഇപ്പോൾ നമ്മൾ അപ്പൊ ഈ വെള്ളം കോരിയിട്ട് നേരെ പച്ചക്കറി ഒഴിക്കണം. അപ്പൊ പച്ചക്കറികളാണ് നമ്മള് ഇവിടെ ഉള്ളത്. നല്ല ഫീച്ചിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ ഒരു കൃഷി ഉണ്ടല്ലോ ഇവിടെ അല്ലേ? കൃഷി ശരിക്കും പറഞ്ഞാൽ പച്ചക്കറി കൃഷി ചെയ്യുന്നത് എനിക്ക് ഈ വെള്ളം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. താറാവാണ് നമുക്കൊരു താല്പര്യം, എന്നാ അത് ഒരുപാട് ഇൻകം എന്നുള്ള രീതിയല്ല പറയുന്നത്, നമുക്കൊരു താല്പര്യത്തേക്കും ഉള്ളത്. അപ്പോൾ അവരുടെ ആ ഒരു വെള്ളം നമ്മൾ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ സ്മെല്ല് ഒഴിവാക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. ഇപ്പൊ ഈ വെള്ളം മാറ്റി കഴിഞ്ഞാൽ തന്നെ പകുതി മണം മാറും. ഇപ്പൊ നിങ്ങൾ വന്നപ്പോഴത്തേക്കും ഒരു വലിയൊരു താറാവ് ഫാമിന്റെ ഇതിലേക്ക് വന്നിട്ടുള്ള ആ ഒരു സ്മെല്ലില്ല. അപ്പൊ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ വെള്ളം ഡെയിലി മാറ്റുന്നതാണ്. പിന്നെ ചെയ്യുന്നത് ഇവിടെയുള്ള ഈ മണ്ണ് ഇടക്ക് നമ്മൾ ഇട്ട് കൊടുക്കും. ഈ മണ്ണ് പോയിട്ട് നമ്മൾ ഗ്രോ ബാഗ് നിറക്കും. പച്ചക്കറികളൊക്കെ നടന്നത് എല്ലാം ചാക്കിലാണ്. ഇവിടെ തുരപ്പനൊക്കെ ശല്യം ഉള്ളതുകൊണ്ട് പുറത്ത് നട്ട് കഴിഞ്ഞാൽ കൂടുതലും നമുക്കത് ലോസാണ്. കൂടുതലും ചെയ്യുന്നത് അരിച്ചാക്കൊക്കെ, അല്ലാണ്ട് ഗ്രോ ബാഗ് മേടിച്ചു കഴിഞ്ഞാൽ അതും ഫീസിബിൾ ആണെന്ന് എനിക്ക് തോന്നണില്ല. അതിനേക്കാൾ ഇത്തിരി ഏരിയ കിട്ടും. ഇപ്പോൾ അരിച്ചാക്ക് അല്ലെങ്കിൽ കാലിത്തീറ്റയുടെ ഒക്കെ ചാക്കൊക്കെ അവിടിൻ്റെ ഒക്കെ നല്ല ചാക്ക്, അതിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ ആടൊക്കെ കഴിക്കുന്ന അത് ഞാൻ കാണിച്ചു തരാം. ആട് കഴിച്ച പുല്ല് ഞാൻ അവിടെ ഇത് വെച്ചിട്ടുണ്ട് ചാക്കിൽ. നമ്മൾ ടാങ്കിലാണ് കൊണ്ട് ഇടുന്നത്. ടാങ്കിൽ നിന്ന് നമ്മൾ ഇടയ്ക്ക് സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് ചാക്കുകൾ കൊണ്ടുവന്നിട്ട് നമ്മൾ ആ ചാക്കിലേക്ക് ഒരു പകുതി നോളം നിറക്കും. കാണിച്ചു തരാം, നിറച്ച് വെച്ചിട്ടുണ്ട്. പച്ചക്കറികൾ ഉണ്ട് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ. വീടിന്റെ ഫ്രണ്ടിൽ തന്നെയല്ലേ ഫീച്ചിങ് ഇതൊക്കെ ചെയ്തേക്കണല്ലേ? ഇതാണ് വീട്. ഇവിടെ ചൂടും കുറയുമല്ലേ? അതായത് ഇവിടെ വെയില് ഉച്ച കഴിയുമ്പോഴത്തേക്കും വെയിൽ നേരിട്ട് അടിക്കുമ്പോഴത്തേക്കും മണ്ണ് ചൂടാകുമ്പോഴല്ല നമുക്ക് കൂടുതൽ ചൂട് തോന്നുന്നു. മാക്സിമം തണല് കിട്ടാനായിട്ട് പടർന്നു നിൽക്കുന്ന നമ്മൾ പിടിപ്പിച്ചെടുക്കുക, അത്ര തന്നെ. അപ്പൊ അവിടെ ആ തെക്കേ സൈഡിൽ ഞങ്ങളിപ്പോ മുന്തിരി പിടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. മുന്തിരിയാ ഇത്രയും നാൾ എനിക്ക് താല്പര്യം ഇല്ലാതിരുന്ന സാധനമായിരുന്നു. പൊതുവെ നോക്കാറില്ല. അതിപ്പോ നമ്മുടെ പശുക്കളുണ്ടല്ലോ, നമുക്ക് രണ്ടുപേരല്ല? അപ്പൊ രണ്ടുപേരേ ഉള്ളൂ. ഇത് തള്ളയും അത് കുഞ്ഞായിരിക്കും? അങ്ങനെയല്ല, ഇയാൾ ആദ്യത്തെ കുത്തിയപ്പോ ആയിട്ടേ ഉള്ളൂ. അത് ഇപ്പൊ 3.5 മാസം ചനയിലാണ് നിൽക്കുന്നത് ഇയാള്. ആദ്യമായിട്ട് കുത്തിവെച്ചു, അത് ചന പിടിച്ചു. ഇവിടെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞല്ലോ കേസ് കാലത്തിയുടെ ചാക്ക് നമ്മൾ ഇവിടെ കൊണ്ടുവരുമെങ്കിലും ഈ പറയുന്ന സാധനം ഇവിടെ മേടിക്കാറില്ല. ഞാൻ ഒരു 2.5-3 വർഷം മുമ്പ് തന്നെ നിർത്തിയതാണ്. കാര്യം ഇവളുടെ തള്ളയുണ്ടായിരുന്നു, ഇവളുടെ തള്ളയുടെ തള്ള. അത് ഏകദേശം ആ സമയത്ത് ഞങ്ങൾക്ക് 4ഓളം പശുക്കളുണ്ട്. കൃത്യമായിട്ട് ചന പിടിക്കാത്ത അത് നിങ്ങളിങ്ങനെ നടന്നോളും. ഇവിടെ വേറെ ഒന്നും അങ്ങനെ ഇതായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. പുല്ലില്ല എന്നുള്ളതാണ് കാര്യം. പുല്ല് തിന്നുന്നത് ഇവരല്ല, ഞാൻ പറഞ്ഞ കോഴികളെ താറാവുകളൊക്കെയാണ് ഈ പറമ്പിലുള്ള മുഴുവൻ പുല്ലും പിടിക്കാതെ. താമരല്ലേ ഏട്ടാ? ഇത് അകത്തേക്ക് കയറാൻ പറ്റുമോ? അതിന്റെ അകത്തൂടെ കയറാൻ പറ്റും. അതിൽ കൂടെ ഇതിലോ നമ്മുടെ പുല്ലൊക്കെ ഇവിടെ ക്ലീൻ ആക്കി ഇടുന്ന ആൾക്കാർ. ഇവര് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കോഴികളാണ് ഈ നിൽക്കുന്ന 2 പൂവന്മാര്. പഞ്ചായത്തിൽ നിന്ന് ഇപ്രാവശ്യം കൊടുത്തത് ഈ കോഴികളെയാണ്. സാധാരണ അവർ ഗ്രാമശ്രീയിലെ കൊടുക്കുന്നത്. പക്ഷെ ഇപ്രാവശ്യം കൊടുത്തത് ഇതാ കൊടുത്തത്. 5 കൊടുത്തത്. നമുക്ക് 5 ഉണ്ട്. ഇവിടെ സമീപ പ്രദേശത്ത് കൊടുത്ത 6 കയ്യിൽ ഇനിയിപ്പോ ബാക്കിയില്ല. ഇവിടെ പട്ടി, ഉടുമ്പ്, കീരി ഭയങ്കര ശല്യമാണ് ഇവിടെ മൊത്തത്തോടെ. ഞാൻ നിൽക്കുന്ന കോഴീനെ കിട്ടുമെന്ന് നോക്കിയത് ആ പുള്ളിക്കോഴീനെ. ഇവരിപ്പോ 1 വയസ്സ് പോലും ആയിട്ടില്ലല്ലോ. ആ നിക്കണ ആൾക്കൊരു 7 വയസ്സെങ്കിലും ഉണ്ട്. കോവിഡിന് മുമ്പ് കൊണ്ടുവന്നതാണ്. ഇതിനെ കോവിഡ് ഇത് മുട്ടയിടലൊന്നും ഇല്ല. ഇപ്പൊ മുട്ടയിടലൊക്കെ നിർത്തിയ ആള് 7 വയസ്സുണ്ടല്ലോ അയാൾക്ക്. 7 അല്ലെങ്കിൽ 8 ഉണ്ട്. കോവിഡിന് മുമ്പ് എന്ന് പറയുമ്പോ 2018 ഫെബ്രുവരി മാർച്ച് ആ സമയത്ത് ഇവരുടെയൊക്കെ മക്കളല്ലേ നമ്മളവിടെ കൊണ്ട മറ്റേ ഇവന്റെയാണ് ഇവന്റെ പിള്ളേരെ. ആ ടാങ്ക് കാണും. ടാങ്കിലേക്കാണ് നമ്മൾ ഈ വേസ്റ്റ് കൊണ്ട് തരണം അല്ലേ? അതെ. അപ്പൊ ഈ ആടിന്റെ ഈ പുല്ല് തിന്ന ബാക്കി ഈ കാഷ്ടമൊക്കെ ആയിട്ടുള്ള ഈ വേസ്റ്റ് ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ കൂട്ടിയിട്ടേക്കും. ഇത് നമ്മള് ആ ടാങ്ക് നിറയുമ്പോഴത്തേക്കും അടുത്ത ടാങ്കിലേക്ക് മാറുന്ന രീതിയാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ വളം കോരി എടുത്തോണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇത് നേരത്തെ ഇനോക്കുല ഇട്ടിട്ട് നമ്മൾ വളമാക്കി മാറ്റിയതാണ്. ആ കണ്ട വേസ്റ്റ് തന്നെ, പുല്ലും പിന്നെ അവരുടെ കഷ്ടം തന്നെ ആടിന്റെ. പിന്നെ കുറച്ചൊക്കെ ചാണകം നമ്മൾ ചേർക്കും. കണ്ടത് ഇപ്പൊ കറക്റ്റായിട്ട് വളമായിട്ട് മാറി. കണ്ടോ, ഇത് നമ്മൾ ഇപ്പൊ ആ ഗ്രോ ബാഗ് നിറക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ചാക്കില്. അപ്പോൾ അതിൽ പുല്ല് നിറച്ചതിന് ശേഷം അതിന് പുറത്തേക്ക് നമ്മൾ ഇതാ കൊണ്ടുവന്നിടുന്നത്. ഇപ്പൊ നിറച്ചോണ്ടിരിക്കണം, ഉപയോഗിച്ചോണ്ടിരിക്കണം. ആ ചാക്ക് ഞാൻ കാണിച്ചു തരാം, അത് എന്തോരാ പുല്ലുണ്ടെന്നുള്ള കാര്യം. അപ്പൊ ഇത് നിറഞ്ഞു കഴിയുമ്പോ ഇതിൽ നിന്ന് നിറക്കും, പിന്നെ പിന്നീടുള്ള അയിലേക്ക് ഇടും.
അല്ലേ? അതെ അതെ. ഇപ്പൊ അതിന്റെ താഴെ ഇതേപോലെ വളമായിട്ടുണ്ട്. ഇപ്പൊ ഇത് എടുത്ത് തീരുമ്പോഴത്തേക്കും പിന്നെ നമുക്കൊരു അടുത്ത പർപ്പസ് വരുമ്പോഴത്തേക്ക് അതിന്റെ താഴെ തന്നെ ആയിരിക്കും കൊടുക്കുക. ഇതിന്റെ മുകളിൽ നിന്നുള്ള പുല്ലാണ് ആദ്യം നിറക്കുന്നത്. കാര്യം ഇതിപ്പോ നമ്മൾ ഇതിനായിട്ട് കിട്ടിയ ടാങ്കാണ് ഇത്. ഇത് എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച് കിട്ടിയതാ. അപ്പോഴല്ല, ഒരു 2008 2010 സമയത്ത് കിട്ടിയ ടാങ്കാണ്. അതാണ് ഇത് താന്നു പോയത്. അന്ന് ഇത് പണിതപ്പോ പൊക്കിയ പണിതത്. പിന്നെ അതിനുശേഷം ബാക്കി സൈഡൊക്കെ മണ്ണ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് മൂടിപ്പോയി. എന്നിട്ട് ഇതിന്റെ ഹൈറ്റ് കുറഞ്ഞു പോയി. താഴത്തേക്ക് ഉണ്ട്. ഇത് കണ്ട, ഈ ഒരു ഹൈറ്റിലാണ് അന്ന് ചെയ്തപ്പോ നമ്മുടെ മണ്ണിന്റെ ലെവൽ അതേ ഉണ്ട്. അന്ന് എന്തിനു വേണ്ടി കൊടുത്ത ടാങ്കാണ് അപ്പൊ ഇത്? അന്ന് നമുക്ക് മണ്ണിര കമ്പോസ്റ്റിന്റെ പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു. ആ മണ്ണിര ഇപ്പോഴും ഉണ്ട്. അതായത് ആഫ്രിക്കൻ മണ്ണിരയില്ലേ, ആ ചുമല, അതിപ്പോഴും ഉണ്ട്. മണ്ണിരയുണ്ട്. മണ്ണിരയുടെ കൂടെ നമ്മളെ ഇനോക്കുലം കൂടെ ചേർത്താണ് ഇപ്പൊ ചെയ്യുന്നത് എന്നുള്ള കാര്യമേ ഉള്ളൂ. ഇനോക്കുലം അത് കൃഷി വകുപ്പിൽ നിന്ന് തന്നെ നമുക്ക് ഇടയ്ക്ക് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. അപ്പൊ കുമരകത്തുള്ള ഒരു തവണ ക്ലാസ്സിന് പോയപ്പോഴത്തേക്കും വരുന്ന വഴി ഒരു സതീഷ് കുമാർ എന്നും പറഞ്ഞിട്ടുള്ള ഒരാളെ പഞ്ചായത്ത് വഴി കൃഷിഭവനിൽ നിന്ന് കൊണ്ടുപോയപ്പോഴത്തേക്കും കണ്ട ആത്മ ഗ്രൂപ്പിന്റെ ഒരു പഠന ക്യാമ്പയിൻ ഇടക്കിടക്ക് പോകാറുണ്ട്. എവിടെ ഒരു പഠന ക്യാമ്പയിൻ വന്നാലും നമ്മൾ പോകും. അവിടെ ക്ലാസ്സുകളൊക്കെ അവർ വെക്കാറുണ്ട് ആത്മയുടെ ഇതിലൊക്കെ. അപ്പൊ അവരാണ് പറഞ്ഞ് ഇനോക്കുലം വഴി ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ എഫക്റ്റീവ് ആണ്. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതുപോലെ വളമായിട്ട് മാറി കിട്ടും നമുക്ക്. അപ്പോൾ മണ്ണിര അതിന്റെ കൂടെ നടന്നോളൂ. ഇനോക്കുലം ഇട്ടെന്നും പറഞ്ഞാൽ മണ്ണിരക്ക് അത് കിടന്നില്ല. അതൊരു ബാക്ടീരിയ ആണ് വേറെ. ഇനോക്കുലം അതൊരു വേറെ നമുക്ക് സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല, എഫക്റ്റീവ് മൈക്രോ ഓർഗാനിസം. അതേപോലെ തന്നെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ബാക്ടീരിയയുടെ കുറച്ച് കോളനിയാണ് ഈ പറഞ്ഞ ഇനോക്കുലം എന്ന് പറയുന്നത്. അതിപ്പോ നമുക്ക് വൈറ്റില അവിടെ കാർഷിക ഗവേഷണ കേന്ദ്രം അവിടെ നിന്നാണെങ്കിൽ പോലും കിട്ടുമല്ലോ. ഒരിടക്ക് കിട്ടുന്നുണ്ടായിരുന്നു, പിന്നെ ചില സമയത്തൊക്കെ ഇല്ലാതെ വരും. നമുക്ക് പിന്നെ ഇനി അതിന്റെ ആവശ്യകത ഇല്ല. ഇപ്പൊ ഈ പറഞ്ഞ ഇതിലെല്ലാത്തിലും അതിന്റെ ആ ഒരു കൾച്ചർ ഉണ്ട്. നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ പുറത്തേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അതിന്റെ പുറത്തേക്ക് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ പുറത്ത് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഈ പറഞ്ഞ ഗ്രോ ബാഗിലും കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് അതിലൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, വർഷങ്ങൾക്ക് മുമ്പാണ് കലൂരെന്നുള്ള ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന ആ മണ്ണിരനെ കൊണ്ട് ഒരെണ്ണത്തിന് 1 രൂപ വെച്ചിട്ട് അന്ന് മേടിച്ചതാണ്. 100 എണ്ണം മേടിച്ചിട്ട് വന്നാണ്. ഇപ്പൊ ഞങ്ങളുടെ പറമ്പിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ആ മണ്ണിര ഉണ്ടാവും. ഈ മണ്ണിര ക്രോസ് ആവില്ല. നമ്മുടെ നാടൻ മണ്ണിരയില്ല. നമ്മുടെ നാടൻ മണ്ണിരയേക്കാളും കൂടുതൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂടുതലുള്ളത് ഈ ആഫ്രിക്കൻ മണ്ണിര കമ്പോസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചുമല മണ്ണിരക്കാണ്. ചുവപ്പ് മണ്ണിര. അവരെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മുടെ പോലെ വലിയ സൈസ് ഒന്നും ആയില്ല. നമ്മുടെ മണ്ണിര എന്ന് പറയുമ്പോൾ നല്ല സൈസ് ആകും. അതൊക്കെ ഇവിടെ പറമ്പിൽ എവിടെ നോക്കിയാലും മണ്ണിര കിട്ടും. അപ്പം അതുപോലെ അത്ര സൈസ് ആകില്ല. പക്ഷെ അവർ പെട്ടെന്ന് പെരുകും ഈ ചുമല മണ്ണിര എന്നുള്ളത്. പിന്നെ അവർ തമ്മിൽ ഇന്റർക്രോസും ആകൂല. അത് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അങ്ങനെ വന്ന സമയത്താണ് പിന്നെ നമ്മൾ നേരത്തേക്ക് എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എപ്പോൾ കോരി കഴിഞ്ഞാലും പുറത്ത് പോകാതെ ഇത് നമ്മൾ ഫിൽട്ടർ ചെയ്ത് മണ്ണിരനെ മാറ്റി അങ്ങനെ പുറത്തേക്ക് വിടണ്ടെന്നുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു ആദ്യം. പിന്നെയാണ് ഏതോ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചത്. നമ്മൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ വായിക്കുക, അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ആണെങ്കിലും വീഡിയോസ് ഒക്കെ നോക്കണതിന്റെ ഇടക്കാണ് ഇത് തമ്മിൽ ക്രോസ് ആവില്ല എന്ന് കേട്ടത്. പിന്നെ നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഓരോ ഗ്രോ ബാഗിലൊക്കെ നമ്മൾ 2-3 മണ്ണിരേനെയും കൂടെ അങ്ങോട്ടേക്ക് ഇട്ട് വിട്ടേക്കും. അപ്പം അത് ഒരു എക്കോസിസ്റ്റം പോലെ അവിടെ നിന്നോളുമല്ലോ. നമുക്കത് ഉപകാരമല്ലേ ഉണ്ടാവുള്ളൂ. നമുക്ക് അതുകൊണ്ട് നഷ്ടമൊന്നുമില്ലല്ലോ. നമ്മുടെ ആട്ടുകൂടെ ഈ ഒരു ചെറിയ സെറ്റപ്പ് ആണല്ലേ? ഇവിടെ എല്ലാം ചെറിയ സെറ്റപ്പ്. കോഴിക്ക് ഇവിടെ കൂടില്ല. കോഴിക്ക് ഇത് ഈ കാണുന്ന മരം, അവിടെ കാണുന്ന മരം, അതൊക്കെയാണ് കൂടെന്ന് പറഞ്ഞത്. ഇത് ആട്ടുംകൂടിന് വേണ്ടിയിട്ട് പണ്ട് തന്നതായിരുന്നു. ഇത് ദ്രവിച്ചു പോയിപ്പോ. നേരത്തെ ആട്ടുംകൂട് ഇവിടെ ആയിരുന്നു. അത് ദ്രവിച്ചു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റിയതാ. ഇതും കോഴിക്കോട് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നതാണ്. പഴയ കോഴിക്കോട്. അതിനുശേഷം മുയലിനെ ഇട്ടു. മുയലിനെ പിന്നെ പട്ടി പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അതും അങ്ങോട്ടേക്ക് നിർത്തിയതാണ്. അടിയൊക്കെ മൊത്തം പോയി കിടക്കണം. അത് മുയലിനെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം അപ്പം അത് ഇങ്ങനെ നമ്മുടെ മരങ്ങളാണ് ഇപ്പൊ കോഴിയുടെ ആവാസ സ്ഥലം അല്ലേ? രാത്രി അവിടെ കയറുള്ളൂ. അത് സേഫാണ്. അതാകുമ്പോ പട്ടി പിടിക്കുകയല്ല. പിന്നെ ഈ അട വെക്കുമ്പോഴത്തേക്കുമാണ് പട്ടിയുടെ ശല്യം ഉള്ളത്. നമ്മളിപ്പോ അതുകൊണ്ട് അട വെക്കുന്നില്ല. നമ്മൾ വെക്കുന്നത് നേരെ താറാവിനാ. ഇതല്ല നമ്മുടെ ഇവിടെ ഇപ്പൊ എല്ലാരും എത്തിയല്ലോ. നമ്മുടെ അടക്ക എത്തിയല്ലോ ഇവിടെ. ഇവരൊക്കെ ഇതാണ് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് എപ്പോഴും ഇതാണ് ഒരു രീതി. ഒരുപാട് കോഴി എല്ലാരും മീനാ. ഇത് ഗോൾഡ് ഫിഷിന്റെ ഒക്കെ ഇത് ബ്രീഡ് ചെയ്യുന്നതാണ് ഞങ്ങള്. ഗോൾഡ് ഫിഷ് ഇവിടെ ബ്രീഡ് ചെയ്യാറുണ്ട്. മേളില് കുഞ്ഞുങ്ങളുണ്ട് അതിൻ്റെ കാണാൻ പറ്റും. അതായത് ഇത് ഇപ്പൊ 1 വയസ്സായിട്ടുള്ള പിള്ളേരാണ്. അല്ല ബ്ലൂ ഗോൾഡിൻ്റെത് ആയിട്ടില്ല. അത് ഇത്തിലൂടെ ആയാനുണ്ട്. മറ്റേ ഗോൾഡ് ഫിഷിൻ്റെ കിടക്കുന്നതൊക്കെ കണ്ട വലിപ്പമുള്ളതൊക്കെ ഉണ്ട്. അതിപ്പോ സൈസാണ് ആ കാണുന്നത്. അതിന്റെ ഫിൽട്ടർ സിസ്റ്റം ഒരെണ്ണം ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ലോ കോസ്റ്റ് ആയിട്ട് ഒരെണ്ണം ചെയ്ത് വെച്ചാണ്. അതുകൊണ്ടാണ് വെള്ളം ഇങ്ങനെ ക്ലിയർ ആയിട്ട് തന്നെ കിടക്കുന്നത്. അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് ചീത്തയാകും. ഇവർക്ക് ഭയങ്കര ബയോലോഡ് കൂടുതലല്ലേ.
അപ്പൊ അതുകൊണ്ട് അതാ വെച്ചിരിക്കുന്ന പഞ്ഞി കണ്ടില്ലേ, നമ്മുടെ കളിപ്പാട്ടത്തിലുള്ള പഞ്ഞിയാണത്. ഇതിന്റെ ഉള്ളിലിരിക്കുന്ന പഞ്ഞി നമ്മുടെ റോഡ് സൈഡിലൊക്കെ 100 രൂപ ടോയ്സ് നമ്മൾ കണ്ടിട്ടില്ലേ, ചെറിയ ആമ പോലെയൊക്കെ ഷേപ്പ് ഉള്ളത്, അതിന്റെ അകത്തുള്ള സിന്തറ്റിക് പഞ്ഞിയാണ്. അപ്പൊ അതിന് ഇതുപോലെ ഫിൽട്രേഷന് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായി. ഇപ്പൊ അതെന്ന് പറയുമ്പോൾ കണ്ട 2 ആഴ്ച കൊണ്ട് അത് നിറഞ്ഞു. ഇനിയിപ്പോൾ അത് ക്ലീൻ ആക്കണം. അത് അതിനകത്ത് ബാക്ടീരിയയുടെ കോളനി അതിനകത്തും ഉണ്ട്. നമുക്ക് ബെനിഫിഷ്യറി ആയിട്ടുള്ള നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയാസ് അതിനകത്ത് വളരും. ഈ രീതിക്ക് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ബയോബോൾസ് ഒക്കെ ഉപയോഗിക്കില്ലേ, അക്വേറിയത്തിൽ സാധാരണ കൂടുതൽ ഇത്തിരി കൂടെ ഇതായിട്ട് ഉപയോഗിക്കുന്ന ബയോബോൾസ് പോലുള്ളതാണ്. പക്ഷെ അതിന് നല്ല കാശാവും. അപ്പൊ നമ്മൾ അതിന്റെ പർപ്പസ് തന്നെ നമ്മൾ ഇതിന്റെ അകത്ത് കാണുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ചാക്കിളി നിറച്ച് വെച്ചേക്കണല്ലേ. ഇത് മൾട്ടിപർപ്പസ് ചാക്ക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതെ, ടാങ്കിന് സപ്പോർട്ട് ആയ ചാക്കുകളല്ലേ ഉള്ളത്. ഇപ്പൊ ഇതിപ്പോ നിറച്ച് വെച്ചിട്ടുള്ളത്. എന്റെ താഴെ ഇത് കണ്ട പുല്ല് കിളുത്തൊക്കെ വരുന്നത് കണ്ടോ. താഴെ നമ്മള് പുല്ലിന്റെ വേസ്റ്റ് നിറച്ചത് കൊണ്ടാണ് ആ പുല്ല് അങ്ങനെ വരുന്നത്. പിന്നെ ഉള്ളത് ആ പറഞ്ഞ പോലെ ആ മണ്ണ് ആ വളവില്ലേ, വളം ഇടും. അതിന്റെ കുറച്ചുകൂടെ മണ്ണ് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ എന്തെങ്കിലും നട്ട് കൊടുത്തേച്ചാൽ. പിന്നെ വെള്ളം ഞാൻ നേരത്തെ പറഞ്ഞ താറാവിന്റെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കും. അതാണ് ആ പുല്ലിടുമെന്ന് പറഞ്ഞില്ല. കോഴികളും ആടുകളും ഇങ്ങനെ വീണ്ടും ചുറ്റും ഇങ്ങനെ നടന്നോളൂ ഇവന്മാരല്ലേ. ഇതിങ്ങനെ കിടക്കും. അതല്ല ഞാൻ പറഞ്ഞ പുല്ലില്ലാത്തെന്ന് പറഞ്ഞു. അപ്പൊ അവർക്കും അതൊരു നല്ല കാര്യമല്ലേ, ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കാന്ന് പറയും. ഇവിടെ ചീര കൃഷിയൊക്കെ ഉണ്ടല്ലേ. ചീര ഞങ്ങൾക്ക് അപ്പുറത്ത് വേറെ ഉണ്ട്. പിന്നെ വേറെ 2 സ്ഥലത്തൂടെ ചെയ്യുന്നുണ്ടല്ലേ. ഇവരുടെയൊക്കെ വളമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് നമുക്ക് വരുന്നതേ ഉള്ളൂ. എന്തിനാണ് ഈ പശു മൊത്തത്തില് ഇത് പല ക്രോസ് അതായത് ഇയാളുടെ അമ്മൂമ്മ കാങ്കയത്തിന്റെ ഒരു ക്രോസ് ആണ്. കാങ്കയം എന്നും പറഞ്ഞിട്ട് വണ്ടിക്കാളയില്ലേ, വണ്ടിക്കാളയുടെ ക്രോസ് ആണ് പുള്ളിയുടെ അമ്മൂമ്മ. അതിന് കാസർഗോഡ് കുള്ളൻ അതിന്റെ സെമൻ കൊത്തി വെച്ചിട്ടാണ് ഇയാളുടെ അമ്മ ജനിച്ചത്. ആ അമ്മയ്ക്ക് ഇവളുടെ അമ്മയ്ക്ക് വെച്ചൂരിന്റെ കുത്തി വെച്ചിട്ടാണ് ഇവള് ജനിച്ചത്. എന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. അവരുടെ വീട്ടില് ഇതിന്റെ അമ്മൂമ്മ ഉൾപ്പെടെ ഉണ്ട്. അതെ. അപ്പൊ അവിടെ നിന്ന് ഇയാൾ ഇപ്പൊ കളർ കണ്ടോ, ഓഫ് ആയിട്ട് ഒരു ഈ കളറിൽ പൊതുവെ ഒരു ലുക്ക് ഉണ്ടല്ലോ കാണാൻ. അപ്പൊ ഞാൻ ഇങ്ങോട്ട് എടുത്തോണ്ട് പോകുന്നത്. പുള്ളിനെ ഇപ്പൊ വെച്ചിട്ടുണ്ട്. പൊങ്ങനൂരിന്റെ സെമനാണ് നമ്മൾ ഇയാൾക്ക് വെച്ചിട്ടുള്ളത്. പൊങ്ങനൂരെന്നും പറഞ്ഞിട്ട് മിനിയേച്ചർ ആയിട്ടുള്ള ഇതുണ്ടല്ലോ. ഇത് നമ്മുടെ കോൾക്ക കൃഷിയല്ലേ. അത് അവിടെ ടാങ്ക് ഉണ്ട്, മീൻ ടാങ്ക് ഉണ്ട്, കാണിച്ചു തരാം. ആ മീൻ ടാങ്കിന് ചുറ്റിനുള്ള ചാക്കിൽ നിന്നാണ് ഇതെല്ലാം വന്നിട്ടുള്ളത്. ഇത് മൊത്തം ഈ വെണ്ടക്കായും ഇത് മധുരക്കിഴങ്ങ. അതെ, അതിന്റെ ഗ്യാപ്പിൽ വെച്ച് കൊടുത്തേ ഉള്ളൂ. അങ്ങോട്ടേക്ക് എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ പോയിട്ടെന്ന് കരുതിയതാ. അതിനകത്തും ഗപ്പീസ്, സോട്ടയില്, ക്രേഫിഷ് ഉൾപ്പെടെ അതിനകത്തുണ്ട്. അതിന്റെ അകത്തേക്ക് കയറാൻ കാണിച്ചു തരാം. കോഴികൾ പോണ വഴി ഒരു ഓടുമല്ലേ. നിങ്ങൾ ഇങ്ങനെ നടപ്പാണ്. അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഒറ്റ പോക്കാ. അടി കൂടി കയറിയ പോരെ. എങ്ങനെ ചെറിയൊരു അടുത്തൊരു സെറ്റപ്പ്. അതായത് ഇവിടെ ഇത്ര നമുക്ക് ചെയ്യാം. മുന്തിരി അത് അപ്പുറത്ത് നട്ടിട്ടുള്ളൂ. ഇതാണ് മൾബറി ഇല്ലേ, മൾബറി നമ്മുടെ ഇതിന് വേണ്ടിട്ട് ഉള്ള മറ്റേ ലോങ് മൾബറി അല്ലേ. മറ്റേ നമ്മൾ പട്ടുനൂൽപ്പുഴുവിനെ വളർത്തും, അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഹൈബ്രിഡ് ടൈപ്പാണിത്. അപ്പൊ ഇതിന്റെ ഇലക്ക് നല്ല സൈസ് ആയിരിക്കും. എത്ര വലുതായിട്ട് പോയി കഴിഞ്ഞാൽ നല്ല സൈസ് ആയിരിക്കും. മറ്റേ നാടൻ മൾബറിക്ക് ഇലക്ക് കുറെ വലുതായിട്ട് വരുമ്പോഴത്തേക്ക് ഇല ചെറുതായി. മൾബറി ഓട്ടോമാറ്റിക്കലി കുറച്ച് വലുതായിരിക്കും സാധാരണക്കാളും. മൾബറിയുടെ ഇതിന് അതിനകത്ത് കിടപ്പുണ്ടാവും. ചെറിയ വ്യത്യാസമുള്ളൂ. അല്ലാണ്ട് നിങ്ങള് ഈ വേറെ എന്താ മോഡൽ പോലത്തെ ഉള്ളതല്ല. ഇത്ര അല്ലേ. ഞാൻ ഇതേപോലെ ലോങ് മൾബറി എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു സാധനം കണ്ടിരുന്നു, നല്ല നീളമുള്ള. അതിനെന്തോ അത് വേറെ എന്തോ പേരാണ്. എനിക്ക് ഇതിന്റെ കൃഷിയായിട്ടൊന്നും വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല. ഇതിന്റെ ഇല തന്നെ ചെയ്യുന്നത്. ഈ പറഞ്ഞ ആടുകൾക്കാണെങ്കിലൊക്കെ ഇതിന്റെ ഇല നല്ല ഇഷ്ടമാണ്. പിന്നെ ഈ ക്രേഫിഷ് ആണെങ്കിലും നമ്മൾ ഇടയ്ക്ക് വില ഇലയൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ചെറിയ ടാങ്കിൽ ചെയ്യുമ്പോൾ അത് ഈ ഇലയൊക്കെ ഇട്ട് തിന്നാനായിട്ട് ഇട്ട് കൊടുക്കും. ഇവിടെ ഇപ്പൊ പച്ചമുളക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അതെ ഉണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞ താറാവിന്റെ വളമാണ് മൊത്തം. അപ്പൊ ഈ ചാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സെറ്റപ്പിലാണ് ചാക്കെല്ലാം നിറച്ചിട്ട് കോവൽ എല്ലാ ഇലയിലും ഇങ്ങനെ കോവൽ ഇങ്ങനെ വന്നോളൂ. ഒരു നീളം ടൈപ്പ് കോവലാണ്. കണ്ട എല്ലാ ഇലയിലും ഉണ്ട്. അതും ഇങ്ങനെ പൊക്കോളും. കണ്ടത് ഇതിനകത്ത് മീനുണ്ട്. മീന് തീറ്റ കൊടുക്കണം. എല്ലാം ഈ സമയമാണ്. നിങ്ങൾ ഈ സമയത്ത് പൊതുവെ ഒരു ഓട്ടമാണ്. ഈ സമയത്ത് പൊതുവെ മൊത്തത്തിൽ ഓട്ടം ആയിരിക്കും. ഈ ഇപ്പൊ ഒട്ടും സമയമില്ലാത്തൊരു ടൈമാണ്. ഇവർക്ക് നമ്മൾ കാണാൻ പറ്റുന്നുണ്ടോന്ന് നോക്കി ഇതിനകത്ത് വരണം. അപ്പുറത്തെ ടാങ്ക് ഉണ്ട്. അപ്പുറത്തെ ടാങ്ക് പിന്നെ എല്ലാരും തിന്നു ഇപ്പൊ കോഴിയും താറാവും ഒക്കെ. അതിതല്ല, അത് വേറെ. അസോള പിടിപ്പിക്കും, പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് അത്രയും അങ്ങനെ പൊതുവെ ഇവിടെ കിട്ടാറില്ല. മുളകിനൊക്കെ നമ്മളെ സാധാ നാടൻ മുളകല്ലേ ഇത്? സാധാ നല്ല നീട്ടുള്ളതുകൊണ്ട് ചോദിച്ചത്.
നീട്ടമുള്ള മുളക് ഒരെണ്ണം ഉണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ നിന്ന് പോയി അതിന്റെ വിത്ത്. എന്താണ് ഇല്ലിക്കൊമ്പനെന്ന് അങ്ങനെ എന്തോ പേരുള്ള എന്തോ ടൈപ്പ് ഉണ്ടായിരുന്നു പറഞ്ഞു, അത് പോയി. ഇത് സാറിന് ഷോപ്പിൽ നിന്ന് പോയി എന്തെങ്കിലുമൊക്കെ ഇടക്കിടക്ക് മേടിക്കുന്നതാണ്. കറങ്ങി ഇങ്ങനെ വരുമ്പോഴത്തേക്കും എന്തെങ്കിലും മേടിക്കും, എന്നിട്ട് അതിങ്ങനെ കൊണ്ടുപോകുന്ന നട്ടു നോക്കും. തായ് മൂസ എന്നാണ് അതിന്റെ പേര്. ഇതിന്റെ ഞാൻ ആദ്യം തായ്ലൻഡുകാരനാണ്. നമ്മുടെ റോബസ്റ്റേക്കാളും ചെറിയതായിരിക്കും കൊലക്കുന്ന സമയത്ത്, വളരെ ഇത് കുറവായിരിക്കും. അത് നെറ്റിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, വളരെ ചെറിയ കുള്ളം വാഴയാണ്. കൊല വരുമ്പോഴാ കൊലയും ചെറുതായിരിക്കും. അപ്പൊ റോബസ്റ്റ ആള് ചെറുതായിരിക്കും, കൊല വലുതായിരിക്കും. പക്ഷെ അതേപോലത്തെ അല്ല, ഞാൻ അതിന്റെ ഫോട്ടോസ് കണ്ടപ്പോ ചെറുതായിരുന്നു. വേറെ വെറൈറ്റി ഉണ്ട്, ബ്ലൂ ജാവ ഉണ്ട് അവിടെ. ബ്ലൂ ജാവ എന്ന് പറയുമ്പോൾ ഐസ്ക്രീമിന്റെ ടേസ്റ്റ് ആണ് ആ പഴത്തിന്. ടിഷ്യൂ കൾച്ചർ മേടിച്ചു വെച്ചത്, ഇതിന്റെ ടിഷ്യൂ കൾച്ചറാ. ഇതിന്റെ കന്നിനൊക്കെ നല്ല വിലയുണ്ട്. ടിഷ്യൂ കൾച്ചറിന് ഇത് നേരത്തെ ഈ വീട് പുതിയത് പണിയുന്ന സമയത്ത് അവിടെ ഒരു കിണറുണ്ടായിരുന്നു. കിണർ ഇപ്പോഴും വീടിന്റെ അടിത്തട്ടിലുണ്ട്, വീട്ടിലത് ആ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിന്റെ മേളത്തെ റിംഗ് ആണത്. ആ റിംഗ് കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൽ വെച്ചത്. ഇത് ചെറിയ വാഴയായത് കൊണ്ട് ആ റിംഗിൽ ഇരുന്നോളൂല്ലോ. അങ്ങനെ ഇത് ഈ റിങ് നിറച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പുല്ലിന്റെ വേസ്റ്റിന്റെ പരിപാടി. അതാണ് ആ കൊഴുപ്പ് കിളുത്ത് വന്നേക്കണേ. അപ്പൊ അവരാട് തിന്നതിന്റെ കൊഴുപ്പിയായിരുന്നു. അതാ വേസ്റ്റ് താഴെ ഇട്ടേക്കണോണ്ട് താഴെ നിന്ന് കിളുത്ത് വരുന്നത്. അങ്ങനെ പിന്നെ അത് ന്യൂട്രീഷൻ കോമ്പറ്റീഷൻ വരുമെന്ന് എനിക്ക് തോന്നിയില്ല. കാര്യം നമ്മളിപ്പോ ഞാൻ താറാന് വെള്ളം കോരി ഒഴിക്കുന്ന ഒരു ബക്കറ്റ് വെള്ളം അതിൽ തന്നെ ഒഴിക്കും. വളമുണ്ട്, വളം നമ്മൾ ലാവിഷായിട്ട് അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ ബാക്കി അവരാണ്ട് വലിച്ചെടുത്താൽ മതി. പിന്നെ അത്രേ ഉള്ളൂ. നട്ടിട്ടേ ഉള്ളൂ. ഇത് ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്ക് ഇങ്ങനെ തൈകൾ മേടിക്കുന്നുണ്ട്. ബാക്കി തൈകൾ നടാനുണ്ട്. ഇരിക്കണു തക്കാളി ഇന്നലെ നട്ടതാണ്. അത്രയും ഇന്നലെ നട്ടാണ്, ചാക്കില നട്ടത്. ഒക്കെ അതേപോലെ തന്നെ വിത്ത് നമ്മള് പുറത്തുനിന്ന് നേഴ്സറിയിൽ നിന്ന് വാങ്ങും. അങ്ങനെയാണ്. ഇപ്പൊ വിത്തുകൾ കൊടുക്കുന്ന നമ്മുടെ ഒരു സുഹൃത്തുണ്ട് തൻസി, ഒന്നെങ്കിൽ അവന്റെ നിന്ന് മേടിക്കും. അവൻ ഈ വിത്തുകളുടെ പരിപാടിയാണ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് തന്നെ അടക്കം മടിയാണ്, വിത്ത് കിളിപ്പിച്ചൊക്കെ വരണ്ടേ. ഏകദേശം പകുതി വലിപ്പമായി എന്നല്ല. നമ്മുടെ താമരക്കുളം അല്ലേ? അതെ. താമരക്കുളത്തിൽ നെല്ല അത് ഒന്ന് ഇന്റഗ്രേറ്റ് ആയിട്ട് എല്ലാം കൂടെ വെച്ചതാ. ഒരു 3 ചോട് നെല്ല് വെച്ചു അതിന്റെ കൂടത്തി. അപ്പൊ ഒരു ലുക്കാവട്ടെ എന്ന് കരുതി. അത് വിരിഞ്ഞ് നിൽക്കുമ്പോ നല്ല മീനുണ്ടാ. ഇതിനകത്ത് ഫുൾ ബ്ലാക്ക്, ജെറ്റ് ബ്ലാക്ക് ഗപ്പീസ് ആണ് കിടക്കുന്നത്. ഒന്ന് സൂം ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ. ജെറ്റ് ബ്ലാക്ക് ആണ്. കേറിക്കോ, ഇതിനകത്തോട്ട് കേറിക്കോ. നട്ടിട്ടില്ല ഒന്നും. ജെറ്റ് ബ്ലാക്ക് എന്നും പറഞ്ഞിട്ട് പെറ്റ് ഷോപ്പിലൊക്കെ കണ്ടിട്ടില്ലേ, ആ സാധനമാണത്. അതിന് ഒരു പെയർ 100 രൂപ 120 രൂപയൊക്കെ വില വരുന്ന ടൈപ്പാണ്. ഇതിലും അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ, നമ്മൾ വേറെ ഇതായിട്ട് ഇട്ടിട്ടില്ല. അത് പിന്നെ ക്രോസ് ആയി പോകണ്ടല്ല എന്ന് കരുതി. ഇതാകുമ്പോൾ കണ്ടു ഇത്രയും നാച്ചുറൽ ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് അല്ലേ അവർക്ക്. അപ്പൊ ഇത്രയും പുല്ലും പായലും എല്ലാം കൂടെ ആയിട്ട് പിടിച്ചങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അവർക്കൊരു പെട്ടെന്ന് കാര്യം. ഞാൻ മേളിൽ കാണിച്ചുതരാം. മേളിൽ ഇതുപോലത്തെ ഒരു ടാങ്ക് ഉണ്ട്. അപ്പൊ നമ്മുടെ താമരല്ലേ, ഇത് താമര മുട്ട. ഇത് അഖില എന്ന് പറയുന്ന ഒരു താമരയുടെ ഇതാണ്. ഇത് ഇപ്പോഴാണ് എനിക്ക് നല്ലോണം രീതിക്ക് മുട്ട വരുന്നത്. കാര്യം ഞാൻ നേരത്തെ ഇത് പോട്ടിലെ വെച്ചിട്ടുണ്ടായിരുന്നത്. പോട്ടിലാണുള്ള സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത്. ഒന്നാമത്തെ കാര്യം, പോട്ടി ചെയ്യുമ്പോ ഒരു തിക്കലല്ലേ. ഇതാകുമ്പോ അതുങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഏരിയ കിട്ടുമല്ലോ. അപ്പൊ അവർക്കും സന്തോഷം. അവര് താമരയുടെ ഇലയൊക്കെ നല്ല വിരിഞ്ഞ് ഇപ്പൊ നല്ല രസം. താഴെ നമ്മുടെ വളമല്ലേ, ആട്ടും കാഷ്ടത്തിന്റെ നേരത്തെ കാണിച്ച വളയില്ലേ, ആ വളം ഏകദേശം ഒരു 4-5 ബക്കറ്റ് ഉണ്ട് ഇതില്. ഇതിന്റെ അടിയിലുണ്ടാവും. അതിന് പുറത്തേക്ക് നമ്മൾ സാധാരണ മണ്ണ് ഇട്ടിട്ടുണ്ട്. സാധാരണ ഒരു പോട്ടിൽ ചെയ്യുന്നത് പോലെ തന്നെ. സാധാരണ പോട്ടിൽ ചെയ്യുമ്പോഴത്തേക്കും രാസവളത്തിന്റെ ഒരു സെറ്റപ്പിലാണല്ലോ ഈ പോട്ടിലൊക്കെ കൃഷി ചെയ്യുമ്പോഴത്തേക്കും താമരയുടെ നോക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ജൈവവളം ലാവിഷാണ്. അപ്പൊ ലാവിഷായിട്ട് ജൈവവളം ഉള്ളപ്പോ നമ്മൾ പുറത്തുനിന്ന് വേറെ മേടിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ അതിന്റെ താഴെ വളം ഇട്ടിട്ട് പുറത്ത് മണ്ണിട്ടിട്ട് നട്ടേക്കുന്നതാണ്. അപ്പൊ ഇനിയിപ്പോ ആരെങ്കിലൊക്കെ ഇതിനൊക്കെ വല്ല സംശയത്തിനൊക്കെ വിളിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലേ? അത് നമ്മൾ ഓൾറെഡി ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ. ആരെന്തിനും വിളിച്ചാൽ നമുക്ക് ചെയ്ത് കൊടുക്കല്ലേ. നമുക്ക് ഇതിന്റെ അവർക്ക് എന്താ പറയാ, കൂടുതലും എനിക്ക് ഇതിൽ താല്പര്യം അതിന്റെ ഒരു ഫീസിബിലിറ്റി ചെക്ക് ചെയ്യുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പം താറാവ് വളർത്തൽ എനിക്ക് ഭയങ്കര ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര ലാഭമാണ്. കാര്യം എന്തുകൊണ്ടാണ്, അതുങ്ങളുടെ കാഷ്ടം വീണിട്ടുള്ള വെള്ളം പോലും എനിക്ക് അവിടെ യൂട്ടിലൈസ് ചെയ്യപ്പെടുകയാണ്. പിന്നെ എനിക്ക് ഇന്നേ വരെ നമ്മളെ മുടക്കിയ തുക നമുക്ക് കയ്യിൽ നിന്ന് പോകുന്നൊരു ലെവൽ വന്നിട്ടില്ല. ഇടക്ക് ഒരു തവണ പുറത്തുനിന്ന് താറാവിനെ കുറച്ച് കൊണ്ടുവന്നപ്പോഴത്തേക്കും അതിൻ്റെ കൂടെ രോഗവും കൂടെ വന്നു. അങ്ങനെ എൻ്റെ ഒരു 100-200ഓളം ഫ്ലൈ ഡക്ക് പോയിട്ടുണ്ട് ഇവിടെ. നല്ല രീതിക്ക് ഫ്ലൈ ഡക്ക് ഉണ്ടായിരുന്നു. ഇതൊന്നും അല്ലായിരുന്നു. അതായത് കോവിഡിന് മുമ്പ് കായംകുളത്തുള്ള ഒരു കർഷകൻ്റെ കയ്യിൽ നിന്ന് പോയി നമ്മൾ ഫ്ലൈ ഡക്കുകൾ മേടിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ ഇഷ്ടം പോലെ അവിടെ വിരിയിച്ചു അങ്ങോട്ടേക്ക് തുടങ്ങി. അപ്പോൾ നമുക്ക് ലാവിഷായിട്ട് അങ്ങനെ വന്ന സമയത്താണ് പുറത്തുനിന്ന് താറാവിനെ ഒരു പ്രാവശ്യം ഒരു സെറ്റ് കൊണ്ടുവന്നതാണ്. അത് നിങ്ങൾക്ക് രോഗം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മുഴുവൻ പോയി. മുഴുവൻ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു 15 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നത് മാത്രമാണ് എനിക്ക് രക്ഷപ്പെട്ട് കിട്ടിയത്. ആ കുഞ്ഞുങ്ങൾ പിന്നെ അങ്ങനെ നിലനിർത്തി പോകുന്നു.
പിന്നെ കോവിഡിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആ സമയത്ത് കുറച്ച് ഡള്ളായിരുന്നല്ലോ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ മുട്ടയുടെ പർപ്പസിനൊക്കെ തന്നെ ഇവിടേക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് പോകുന്നു. ഇപ്പോൾ കീരിയുടെ ശല്യവും കൂടെ ഒന്ന് ഒതുങ്ങി നിന്ന സമയത്താണ് ഇപ്പൊ തുടങ്ങിയത്. ഇപ്പൊ തുടങ്ങിയുള്ളൂ. രണ്ടാമത് ബ്രീഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഈ അടുത്തായത്. അതിന്റെ ആദ്യത്തെ ബാച്ചാണ് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടത്. നമ്മളെ കണ്ടില്ല, കുഞ്ഞുങ്ങൾ അവിടെ നിൽക്കുന്നത് കണ്ടില്ല. അതിപ്പോ ഒരുപാട് നാളുകൾക്ക് ശേഷം വിരിയിച്ചാണ്. ആ കുഞ്ഞുങ്ങളെ എനിക്ക് സാജൻ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ആലുവെന്ന് പുള്ളിക്കാരൻ കൊണ്ടുവന്ന് തന്നതാണ്. കാര്യം കോവിഡ് സമയം കഴിഞ്ഞതിന് ശേഷം ഈ മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഡള്ളായപ്പോൾ പുള്ളിക്ക് പോലും വിൽപ്പനയ്ക്ക് അത് പ്രശ്നമായി. ആ സമയത്ത് ഇത്തിരി വിൽപ്പന പ്രശ്നമായിരുന്നു. അപ്പോൾ ലാവൻഡർ കുഞ്ഞുങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഡേ ഓൾഡിന് 120 രൂപ അന്ന് വിലയുണ്ട് ആ സമയത്ത്, പുള്ളി മേടിക്കുന്ന സമയത്ത്. പക്ഷെ പുള്ളിക്ക് അതിന്റെ വലുതായതിനു ശേഷം പുള്ളിക്ക് 500 രൂപ പോലും കിട്ടാത്തൊരവസ്ഥ വന്നു. ഇറച്ചിക്കാർക്ക് പോലും വേണ്ട. ഫ്ലൈൻ ഡക്കും നാടൻ താറാവിന്റെ ഒക്കെ ഇറച്ചി തമ്മിൽ ടെക്സ്ചറിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലോ. ഇത്തിരി മൂത്ത് കൂടെ കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഇറച്ചി ഭയങ്കര കട്ടിയാണ്. അപ്പൊ ഇറച്ചിക്കാർക്ക് പോലും വേണ്ടാത്തൊരവസ്ഥ വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ എനിക്ക് ഇവിടെ കൊണ്ടുവന്ന് തരികയാണ് ഉണ്ടായത്. അപ്പം നമ്മളത് അക്സെപ്റ്റ് ചെയ്തു. അന്ന് നമുക്ക് ആവശ്യകത ഇല്ല, നമുക്കും ആവശ്യകത ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ അന്ന് കൊണ്ടുവന്ന് ഇട്ടു. വിരിയിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാന്ന് ആലോചിക്കണം. അപ്പൊ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. അതിന്റെ പാരന്റ് സ്റ്റോക്ക് എനിക്ക് തോന്നുന്നു ഒരു 3 വയസ്സ് 4 വയസ്സെങ്കിലും മിനിമം ഉണ്ട് അവർക്ക്. തള്ളാൾക്കല്ലേ? അല്ല, തള്ളകൾക്കും ഉണ്ട്. അതിൽ ആണിന് മാത്രമാണ് പ്രായം കുറവ്. കാര്യം എന്ന് പറഞ്ഞാൽ ആ ആണ് എനിക്ക് തോന്നുന്നു 1 വയസ്സായിട്ടില്ല, ആണിന് മാത്രം. തള്ളകൾക്ക് പ്രായമുണ്ട്. അവരന്ന് കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. നമ്മൾ അതിന് ഇറച്ചിക്ക് കൊടുത്തില്ല. ഒരുപാട് നാളുകൾ മുട്ടയിട്ടില്ല. മുട്ടയിടുന്ന സമയത്ത് ഉടുമ്പ് കൊണ്ടുപോകും. മുട്ടയിട്ട് മാറുമ്പോൾ തന്നെ ഉടുമ്പ് കൊണ്ടുപോകും. നിങ്ങളിപ്പോൾ ഈ പച്ചക്കറി കൃഷിയുടെ സ്ഥലങ്ങൾ കണ്ടില്ലേ, ഇവിടെയായിരുന്നു ആദ്യം താറാവ്. അപ്പോൾ വീടിൻ്റെ ഒരു മൂലക്ക് കടന്നോളും, വലിയ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാതെ കടന്നോളും എന്നുള്ളതായിരുന്നു പ്ലാനിങ്. ആ കാണുന്ന ടാങ്ക് താറാവിൻ്റെ കുളിക്കുന്ന ടാങ്കുമായിരുന്നു. എന്നിട്ട് അവിടെ തന്നെ നമ്മൾ ഇത്തിരി ഇങ്ങോട്ടേക്ക് മാറി കൃഷിയും കാര്യങ്ങളൊക്കെ ഇപ്പുറത്തെ സൈഡായിരുന്നു. ഇപ്പോൾ താറാവ് കിടക്കുന്ന ഭാഗത്തായിരുന്നു കൃഷി. അപ്പം അങ്ങനെ വന്ന സമയത്താണ് ഇവിടെ ഈ കീരിയുടെ ശല്യം ഭയങ്കരമായിട്ട് കൂടുക. ഉടുമ്പാണെങ്കിലും മുട്ട കൊണ്ടുപോവുക, അട വെച്ച് വിരിഞ്ഞ് അന്ന് തന്നെ കീരി കൊണ്ടുപോകും കുഞ്ഞുങ്ങളെ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ ആ പരിപാടി കുറച്ചാണ് നിർത്തി വെച്ചു. പിന്നെ രണ്ടാമത് തുടങ്ങിയപ്പോൾ ഇതേപോലെ മൂലക്കൊന്നും കൊണ്ട് ഇടാതെ നമ്മൾ കൺമുമ്പിൽ തന്നെ ഉണ്ടല്ലോ, വീടിന്റെ ഫ്രണ്ടിൽ തന്നെയാണല്ലോ. ഇപ്പം അതുകൊണ്ട് ഈ ബാച്ച് മാത്രം കീരി പിടിക്കാണ്ട് നമുക്ക് കിട്ടിയതാണ്. അപ്പം നമ്മളത് ഒരു ഭാഗ്യപരീക്ഷണത്തിന് നിൽക്കണ്ട, കുറച്ചങ്ങോട്ടേക്ക് നമ്മളങ്ങോട്ടേക്ക് കൊടുക്കുന്നു. അപ്പം നമുക്ക് അടുത്തത് നമുക്ക് വിരിയിച്ച് കുഞ്ഞുങ്ങളാകുമല്ലോ. അപ്പൊ ആവശ്യക്കാരെ നമ്മൾ ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ? ഇവിടെ ഇടക്കിടക്ക് അങ്ങനെ പോകാറുണ്ട്. കൂടുതലും ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും. നമ്മുടെ ഫേസ്ബുക്ക് പരമാവധി ഫോളോ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ അപ്ഡേഷൻ പെട്ടെന്ന് കാണുമല്ലോ. അപ്പൊ നമ്മൾ ആദ്യം ഇടുന്നത് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ഇപ്പോൾ നമ്മൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ എഴുതി ഇടാറുണ്ട്. നമ്മുടെ അനുഭവങ്ങൾ, ഇതേപോലെ ആ വെള്ളത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങളായിക്കോട്ടെ, പച്ചക്കറി കൃഷിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഇടക്കിടക്ക് അതിന്റെ പോസ്റ്റുകൾ അതിൽ ഇടാറുണ്ട്. ചിലപ്പോൾ എഴുതി കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. അതിന്റെ കൂടെ നമ്മുടെ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ആ പോസ്റ്റും അങ്ങോട്ട് ഇടും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആട് നമുക്ക് കൊടുക്കാൻ തോന്നുന്നതാണ്. നമുക്ക് ഇത്തിരി ഇപ്പോൾ ടൈറ്റ് ഷെഡ്യൂൾ ആയൊന്ന്. കാര്യം നമുക്ക് ഓഫീസിലെ വർക്കും കൂടെ നോക്കണ്ടേ, കൃഷി കാര്യങ്ങൾ നോക്കണം, അതിന്റെ കൂടെ ഓഫീസ് വർക്ക് നോക്കണം, ലേബർ ഇന്ത്യയുടെ വർക്ക് ഞങ്ങൾ ചെയ്യുന്നുണ്ട് സൈഡായിട്ട്. അപ്പൊ അതെങ്ങനെ എല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്കും ഇതിന് ടൈം കുറച്ചാണ് കിട്ടുന്നതെന്ന് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ എണ്ണ അങ്ങോട്ട് കുറക്കുന്നു. മുഴുവൻ കൊടുത്ത് ഒഴിവാക്കുന്നില്ല, എണ്ണ അങ്ങോട്ട് കുറക്കുന്നു. അപ്പൊ നമ്മുടെ ആ ഒരു ടൈം ഒന്ന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. കാര്യം നമുക്കറിയാലോ, ഇതിപ്പോൾ ഇതിൽ നിന്നല്ല നമ്മുടെ വരുമാനം എന്നുള്ളത്, നമ്മുടെ ഓഫീസ് വർക്കും കാര്യങ്ങളും ഒക്കെയാണ്, പ്രൊഫഷൻ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ അതിൽ നിന്നുള്ളതാണ് നമ്മുടെ വരുമാനം എന്നുള്ളത്. അപ്പോൾ അത് കളഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ലേബറിൻ്റെ ആണെങ്കിലും അതൊരു മെയിനായിട്ടൊരു വരുമാനം എന്നുള്ള കാര്യത്തിലല്ല, അതൊരു സർവീസ് കൂടെയാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് അതിനൂടെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഇപ്പോൾ ലേബറിൻ്റെ ഇടയൊക്കെ സ്റ്റോക്കൊക്കെ വരുന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് അത് കൊടുത്ത് തീർക്കണം. ഡെലിവറിയാണ് ചെയ്യുന്നത്, ഹോം ഡെലിവറിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ നമുക്ക് സമയം കണ്ടെത്തണ്ടേ. അപ്പോൾ എല്ലാവർക്കും 24 മണിക്കൂറല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാം കൂടെ അങ്ങോട്ടേക്ക് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടൈം മാനേജ്മെന്റ് അവിടെ ചെയ്യണം. അപ്പോൾ നമ്മൾ ടൈറ്റ് ആയിട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ എണ്ണം അങ്ങോട്ടേക്ക് ഒന്ന് കുറച്ചങ്ങാണ്ട് നിർത്തി കഴിയുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും നടന്നു പോകും. അപ്പോൾ ആ വെള്ളം മാറ്റുന്ന കാര്യം പറഞ്ഞല്ലോ, അതിപ്പോൾ ദിവസവും മാറ്റേണ്ട കാര്യമുണ്ട്. കാര്യം അത്രയൊക്കെ സ്റ്റോക്ക് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് ദിവസം മാറ്റണം. ഒരു ദിവസം പോലും നമുക്കത് മാറ്റി വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരു ദിവസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഉച്ച കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ആ സ്മെല്ല് വരാൻ തുടങ്ങും. വെള്ളത്തിൽ നിന്നാണ് സ്മെല്ല് വരുന്നത്. ഇപ്പം നമ്മളൊരു താറാവിനെ വളർത്തുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ താറാവിൽ നിന്നോ താറാവിൻ്റെ കൂട്ടിൽ നിന്ന് വരുന്നതിനേക്കാളും കൂടുതൽ സ്മെല്ല് വരുന്ന ആ വെള്ളത്തിൽ നിന്നാണ്. അതുങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സ്മെല്ല് വരുന്നത്. അത് പോയിട്ടൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. വെള്ളം കറുത്ത് കിടക്കുമായിരിക്കും. ഒരു ഇത്തിരി ഗ്ലാസ്സിലെടുത്തിട്ട് നമ്മളൊന്ന് ആ വെള്ളത്തിൽ നമുക്ക് കൈ മുക്കിയാൽ പോലെ കൈക്ക് മണം ഉണ്ടാവും. സോപ്പിട്ട് കഴിയാൽ പോലും ആ താറാവിൻ്റെ വെള്ളത്തിൽ നിന്നുള്ള മണത്തിന് അത് പോകത്തില്ല. അങ്ങനെ ഒരു വിഷയമുണ്ട്. പിന്നെ നിങ്ങൾ ആ കൂട്ടിൽ കണ്ടപ്പോഴത്തേക്ക് ഒരു കൂടാരം പോലെ വെച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ടാവും. അതിലൊക്കെ വെറുതെ ഒരു ചെറിയൊരു സിമ്പിൾ സെറ്റപ്പിൽ നമ്മളത് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഡോറോ വാതിലോ ഒന്നോ കാര്യങ്ങളില്ല. ഇവർ മുട്ടയിട്ട് തുടങ്ങിക്കഴിഞ്ഞാലും നമ്മൾ അവർ അതിൻ്റെ അകത്ത് തന്നെ പൂട്ടിയിടുന്ന രീതിയില്ല. ഇപ്പോൾ സാധാരണ താറാവിനെ വളർത്തുന്നിടത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 5 ആയിക്കോട്ടെ 10 ആയിക്കോട്ടെ 500 ആയിക്കോട്ടെ എല്ലാവരും ആ ഒരു ഷെൽട്ടറിൽ അടച്ചിട്ടേക്കുമായിരിക്കും. മുട്ട ഇട്ടതിന് ശേഷം മാത്രമേ അവരതിനെ തുറന്നു വിടുകയുള്ളൂ. നമ്മൾ ആ ഒരു സെറ്റപ്പ് അല്ല ചെയ്യുന്നത്. അതുങ്ങൾ ഓൾറെഡി ആ ഒരു ഏരിയയിൽ കിടക്കുവാണ്. അങ്ങനെ മൊത്തം നെറ്റ് ഇട്ടേക്കണോണ്ട് കാക്ക വന്ന് മുട്ട എടുത്തിട്ട് പോകാത്ത രീതിയിൽ നെറ്റ് വിട്ടിട്ടുണ്ട്. നെറ്റ് വിട്ട് നമുക്ക് വല്ല ചിലവുണ്ട്. മേളിൽ നമ്മൾ നെറ്റ് ഇട്ടിട്ട് അതിൽ നമ്മൾ പീച്ചിങ്ങ കൃഷിയല്ലേ. അപ്പോൾ ആ പീച്ചിങ്ങ കൃഷിക്ക് വേണ്ടിയിട്ട് മേളിൽ ഇട്ടേക്കണ
പെറ്റിന് മൾട്ടി പർപ്പസ് ആണ്. ഈ പറഞ്ഞ കൊക്ക്, കാക്ക പോലുള്ള സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് കയറരുത്. ഇപ്പോൾ കാക്ക കയറിയിട്ട് മുട്ട കൊണ്ടുവന്നാലും മാത്രമല്ല പ്രശ്നമുള്ളത്, കൊക്ക് സ്ഥിരമായിട്ട് ഈ വെള്ളമൊക്കെ ഉള്ളത് കൊണ്ട് വന്നിരുന്ന് കഴിഞ്ഞാൽ ഈ ദേശാടന പക്ഷികൾ വഴിയുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് കുറച്ച് എണ്ണം നേരത്തെ നഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കിയത്, പുറത്തുനിന്ന് സ്റ്റോക്ക് കൊണ്ടുവരുന്നത് പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ആണെങ്കിൽ നമ്മൾ നാടൻ താറാവുകളൊക്കെ സ്റ്റോക്ക് എടുത്ത് നമ്മൾ ഇറച്ചിയുടെ പർപ്പസിന് വേണ്ടിയിട്ട് ഇവിടെ വളർത്തി ഇറച്ചിയാക്കി കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഈ റീസെൻ്റ്ലി ആണ് ഞാൻ അതൊന്ന് സ്റ്റോപ്പ് ചെയ്തത്. കീരിയുടെ ശല്യം വന്നപ്പോൾ അതൊന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. പക്ഷെ അത് റീസ്റ്റാർട്ട് ചെയ്യാത്തതിന് കാര്യം പുറത്തുനിന്ന് സ്റ്റോക്ക് എടുക്കാനുള്ള പേടി കാരണമാണ്. കാര്യം നമ്മൾ എപ്പോഴാണോ അങ്ങനെ ഒരു സ്റ്റോക്ക് എടുത്തിട്ട് അതിന് എന്തെങ്കിലും ഒരു രോഗം ഉള്ളതാണെങ്കിൽ, കാര്യം ആൾക്കാർ എന്തുകൊണ്ടാണ് കൊടുക്കാൻ പോകണമെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വിൽപ്പനക്കാരായിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ അത് ഏത് സാഹചര്യത്തിൽ നിന്ന് കൊണ്ടുവരുന്നത് ചിലപ്പോൾ അവർക്ക് പോലും പ്ലാനിങ് ഉണ്ടാവില്ല, പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാണ് ഇപ്പോൾ അത് നമ്മൾ തുടങ്ങി വെക്കാത്തത്. അപ്പോൾ ഈ പുറത്തുനിന്നുള്ള ദേശാടന പക്ഷികളൊക്കെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗങ്ങളും കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കൂടിലേക്ക് ഈ പറഞ്ഞ കാക്കയോ കൊക്കോ ഒന്നും വരാതെ നോക്കിയാൽ തന്നെ നമുക്ക് രോഗങ്ങൾ അങ്ങനെ നമുക്ക് മാറ്റി നിർത്താം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീറ്റയുടെ കാര്യത്തിൽ നമ്മൾ ഓൾറെഡി നല്ല തീറ്റയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞില്ല. ആ രീതിക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ ഇവർക്ക് അധികം രോഗങ്ങൾ വരില്ല, വെള്ളത്തിൽ നിന്നുള്ള പ്രശ്നങ്ങളും വരില്ല. താറാവിന് എപ്പോഴും വെള്ളം വേണം. അപ്പോൾ അറിയാലോ, താറാവിന് എപ്പോഴും കുളിക്കാനും കുടിക്കാനും ഒക്കെ വെള്ളം വേണം. തീറ്റയുടെ കൂടെ അവർക്ക് വെള്ളം വേണം. അവർക്ക് അന്നനാളം ചെറുതാണല്ലോ കോഴീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ കുടിക്കാനായിട്ട് എപ്പോഴും വെള്ളം വേണം. പിന്നെ കണ്ണിൻ്റെ അവിടെ ഒരു ചെറിയൊരു പാടയുണ്ട് അവർക്ക്. വെള്ളത്തിനടിയിൽ കണ്ണ് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ പാട. പക്ഷേ അതിനെപ്പോഴും നനവ് വേണം, എപ്പോഴും അത് ക്ലീൻ ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ കൃത്യമായിട്ട് ആ കണ്ണ് അതിന് ക്ലീൻ ആക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അതിന് വരും. ഇൻഫെക്ഷൻ വന്നിട്ട് അതിന് കണ്ണിന് കാഴ്ച പോകും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ ഒരു ഇപ്പോൾ 2007 തൊട്ട് വളർത്താമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പല പല സാഹചര്യത്തിൽ നമുക്ക് പല പല കാര്യങ്ങളും മനസ്സിലായതാണ്. അപ്പോൾ നമ്മൾ തന്നെ കൊണ്ടുവന്ന് ഒരു ഐഡിയയിൽ കൊണ്ടുവന്നതാണ് ഈ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ കൊണ്ടുപോകാന്നുള്ള രീതി എന്നുള്ളത്. നല്ല വളർച്ച റേറ്റ് ഉള്ളതാണ് നമ്മുടെ നാടൻ താറാവുകൾ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ നമുക്കിപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിയിട്ട് ഞാൻ നോക്കിയിട്ട് ഏറ്റവും ലാഭമുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഡേ ഓൾഡ് തൊട്ടാണെങ്കിലും വളർത്തിയിട്ട് ഒരു 2.5-3 മാസം കൊണ്ട് നല്ല പൂർണ്ണ വളർച്ച എത്തുവരും. മുട്ടയിടണമെങ്കിൽ ഒരു 5 മാസമെങ്കിലും വേണം, 4-5 മാസമെങ്കിലും വേണം മുട്ടയിടണമെന്നുണ്ടെങ്കിൽ. പക്ഷെ ഒരു 3-3.5 മാസം കൊണ്ട് പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് ഇറച്ചിയായി കൊടുത്തു കഴിഞ്ഞാൽ നല്ല വിപണിയാണ്. ഒരു ആ പ്രായത്തിലുള്ള താറാവിൻ്റെ മീറ്റിന് നല്ല ടെൻഡർ മീറ്റാണ്, ടേസ്റ്റ് ആയിരിക്കും, നെയ്യിന് നെയ്യും ഉണ്ടാകും, എന്നാൽ നല്ല ഇറച്ചിക്ക് ഇറച്ചിയും ഉണ്ടാകും. അതൊക്കെ നമ്മൾ വിൽപ്പന നടത്തിയിട്ടുള്ള കസ്റ്റമേഴ്സ് ഇപ്പോഴും, ഞാനിപ്പോൾ കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഇറച്ചി സെയിലില്ലെങ്കിൽ പോലും ഇപ്പോഴും എന്നെ വിളിക്കുന്ന ആളുകളുണ്ട്. മാസത്തിൽ എങ്ങനെ വന്നു കഴിഞ്ഞാൽ താറാവ് ഇറച്ചി ചോദിച്ചുകൊണ്ട് എനിക്കൊരു 5-6 മെസ്സേജുകളോ അല്ലെങ്കിൽ കോളുകളോ ഇപ്പോഴും വരാറുണ്ട്. കാര്യം കൊടുത്തിട്ട് 1 വർഷം ആയെന്ന് ആലോചിക്കണം, കൊടുക്കൽ തന്നെ നിർത്തിയിട്ട് തന്നെ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് കൂടുതലും നമ്മൾ ഈ ഒരു ഇതിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാര്യം നിങ്ങളിപ്പോൾ മുട്ടയൊക്കെ വിരിയിച്ച് വളർത്തുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും, കോഴിയാണെങ്കിലും ശരി താറാവാണെങ്കിലും, എസ്പെഷ്യലി താറാവിൻ്റെ കാര്യത്തിൽ 100 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതിലൊരു 50 എണ്ണം 55 എണ്ണം ചിലപ്പോൾ മിനിമം 45 ആൺതാറാവ് ഉണ്ടാവും. ഈ സാധനത്തിന് നമ്മൾ കൊടുക്കണ്ടേ? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൺതാറാവ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയിട്ട് പ്രത്യേകം തീറ്റ കൊടുത്ത് നല്ല രീതിക്ക് ഒന്ന് ഇതാക്കി എടുത്തു കഴിഞ്ഞാൽ അവരത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ ഇറച്ചിയുടെ പർപ്പസിന് നമുക്ക് കൊടുക്കാമല്ലോ. നമ്മൾ തന്നെ ഇവിടെ ചെയ്യുന്നത്, നമ്മൾ തന്നെ വെട്ടി അതിനെ പീസാക്കിയിട്ട് നമ്മൾ തന്നെ അതിനെ ഡെലിവറി ചെയ്ത് കൊടുക്കും. അടുത്തുള്ള ഏരിയകളിൽ എറണാകുളം ഭാഗത്തേക്കൊക്കെ നമുക്ക് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ അത് കൊടുക്കാം, മീറ്റ് കൊടുക്കാം. അത് മീറ്റിന് 360 കണക്കാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ചെയ്തതിന് ശേഷം മീറ്റ് നമ്മൾ ഒരെണ്ണത്തിന് ആദ്യമൊക്കെ നമ്മൾ ഒരെണ്ണത്തിന് 350 എന്നുള്ളതായിരുന്നു റേറ്റ്. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു എന്താ പറയുക, ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുക, എന്താ പറയുക, ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഇല്ലാത്തൊരവസ്ഥ. ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ കൊടുത്തത് വലുതാണെന്നിരിക്കട്ടെ, പിന്നീട് അയാൾ മേടിക്കുമ്പോഴത്തേക്ക് ഇത്തിരി ചെറുതാണെങ്കിൽ പറയും, അന്ന് മേടിച്ചത്രേ ആയില്ല കേട്ടോ എന്ന് പറയും. അപ്പോൾ ആ ഒരു ഇത് വരാതിരിക്കാനായിട്ട് വലുതിന് വലുതിൻ്റെ വില, ചെറുതിന് ചെറുതിൻ്റെ വില ഞങ്ങൾ 300 രൂപയ്ക്ക് വരെ കൊടുത്തിട്ടുണ്ട്. ഈ ചെറുത് നമ്മൾ ചെറുത് റെഡിയാക്കി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇതുണ്ടാവില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ നമ്മൾ പുറത്തുനിന്ന് എടുത്തിട്ട് നമ്മൾ കൊടുക്കുന്ന രീതി വരുമ്പോൾ ഈ ആന്ധ്ര താറാവ് ഉണ്ടാവും. അതിനകത്ത് നമ്മൾ കൊണ്ടുവരുന്ന താറാവിന് ഉടനെ നമ്മൾ കൊടുക്കാറില്ല. ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ നമ്മളിവിടെ ഹോൾഡ് ചെയ്യും. ഇവിടെ ഹോൾഡ് ചെയ്യും. തീറ്റയൊക്കെ കൊടുത്തിട്ടൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്താൽ അതിന് ഇറച്ചി വേണ്ടേ? ഇപ്പോൾ സാധാരണ അറിയാലോ, നാടൻ താറാവെന്ന് പറഞ്ഞാൽ തന്നെ ഇല്ലും തോലുവാണെന്നാണ് എല്ലാവരും പറയും. അപ്പോൾ മേടിക്കുന്ന ആളുകൾക്ക് ഒരു ഇത് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇറച്ചി വേണം അതിനകത്ത്. അപ്പം ആ രീതിക്ക് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 3 ആഴ്ചയെങ്കിലും തീറ്റ കൊടുക്കണം മിനിമം. 3 ആഴ്ചയിൽ തീറ്റ കൊടുത്ത് നമ്മളിവിടെ നിർത്തിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ അത്രയും തീറ്റ കൊടുത്ത് വളർത്തി അത്യാവശ്യം കാണുമ്പോൾ നല്ല ഉണ്ട ഷേപ്പിലൊക്കെ ഇരിക്കും. പക്ഷെ ഇറച്ചിയാക്കി വരുമ്പോൾ 850-900 ഗ്രാമേ ചിലതിനുണ്ടാകും. അങ്ങനത്തെ പ്രശ്നം വരാറുണ്ട്. 900-950 ഗ്രാം ഇറച്ചി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിന് 350 കൊടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ 300 കൊടുത്തിട്ടുണ്ട്. എന്നാൽ 420-430 വരെയൊക്കെ കൊടുത്തിട്ടുള്ള താറാവ് നല്ല സൈസ് തൂക്കത്തിന് കയറി വരും അല്ലേ? തൂക്കത്തിന് കയറി വരുമ്പോഴത്തേക്ക് അതിന് ആ റേറ്റ് മേടിക്കാനും നമുക്ക് അതേപോലത്തെ കസ്റ്റമേഴ്സും ഉണ്ട്. നമുക്ക് അവർക്ക് നല്ല സാധനം കിട്ടിയാൽ മതി. വിലയുടെ ഇതിലല്ല അവർക്ക് നോക്കുന്നത്. പിന്നെ നമ്മളെ കിലോ മീറ്റിൻ്റെ നോക്കുമ്പോൾ 360 വന്നുള്ളൂ. അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷമായിട്ട് അതേ റേറ്റിൽ തന്നെയാണ്
മിക്ക ആൾക്കാരുടെ കയ്യിൽ ചെയ്തു പോരുന്നത്. അപ്പൊ തീറ്റയുടെ ഇതാണെങ്കിലും പിന്നെ ഈ ഇടയ്ക്ക് പിന്നെ അധികം ഒരുപാടൊന്നും കൂടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ കോവിഡിന്റെ സമയത്ത് തീറ്റയുടെ വില കൂടിയെങ്കിലും പിന്നെ അതിന് ശേഷമൊന്നും അങ്ങനെയൊന്നും കൂടിയിട്ടൊന്നുമില്ല. നമുക്ക് മാനേജ് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഗ്രോവർ ആണെങ്കിലും നമ്മളിപ്പോൾ 20 കിലോ പാക്കറ്റ് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ 640 രൂപ ആ റേഞ്ചിലൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് മേടിക്കുമ്പോൾ ആകുന്നുള്ളൂ. അപ്പം 32 രൂപയിൽ കിലോയ്ക്ക് വരുന്നുള്ളൂ. അപ്പോൾ എറണാകുളത്ത് നിന്ന് നമ്മൾ പോയിട്ട് മേടിക്കും. ഇപ്പോൾ ഞാൻ ഓഫീസ് പനമ്പള്ളിയിലായതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് ഒരു 6 കിലോമീറ്ററേ ഉള്ളൂ മാർക്കറ്റിലേക്ക് പോകാൻ. അപ്പോൾ ഓഫീസിൽ നിന്ന് നമ്മൾ നേരെ മാർക്കറ്റിൽ പോകുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ പശുവിന് കൊടുക്കുന്ന തീറ്റയാണ് പരുത്തിപ്പിണ്ണാക്ക്. നമുക്ക് അവിടെ നല്ലത് കിട്ടുള്ളൂ. ഈ പരിസരത്തൊന്നും പരുത്തിപ്പിണ്ണാക്ക് കിട്ടില്ല. ഇപ്പം ഞാൻ നേരത്തെ പശുവിനെ കാണിച്ചപ്പോഴത്തേക്കും പറഞ്ഞു, ഒറ്റ കുത്തിവെപ്പിലാണ് അതിന് ചന പിടിച്ചത്. നിങ്ങൾ നേരത്തെ കണ്ട പൊങ്ങന്നൂരിനെ കുത്തിവെച്ചെന്ന് പറയുമ്പോൾ നാടൻ പശുവാണെങ്കിൽ ഒറ്റ തവണ അതിന് കുത്തിവെച്ചുള്ളൂ. അങ്ങനെ ഒറ്റ തവണ കുത്തിവെക്കുമ്പോൾ ചന പിടിക്കണം എന്ന സാഹചര്യം നമ്മുടെ കേരളത്തിൽ പൊതുവില്ല എന്നുള്ളതാണ് വിഷയം. അപ്പം അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീറ്റയുടെ പ്രശ്നം. ഞാൻ നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചായിരുന്നു. കേസ് കാലത്തീറ്റ ഞങ്ങൾ നിർത്തിയിട്ട് ഒരു 4 വർഷമായി. കേസ് കാലത്തീറ്റയുടെ ചാക്ക് മാത്രമേ ഞാനിവിടെ പച്ചക്കറി കൃഷി അപ്പം എല്ലാവരും മേടിക്കും നമ്മൾ ഇവിടെ മേടിക്കണം. നമുക്ക് ഇവിടെ ഒന്നാമത്തെ കാര്യം കറവ പശു ഇല്ല. കറവ പശു ഇല്ലാത്തപ്പോൾ കേസ് മേടിച്ചിട്ട് കാര്യമില്ല, ഒന്നാമത്തെ കാര്യം. അപ്പം പിന്നെ നമുക്ക് പ്രശ്നം ഉണ്ടാവുന്നത് ഇതിന് ചന പിടിക്കാത്തൊരു കാര്യമാണ്. അത് കർഷകർ ഇപ്പോൾ പശുവിനെ വളർത്തുന്ന കർഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കേസ് കാലത്തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ പാലുണ്ടാകുമെന്നല്ലാതെ പശുവിൻ്റെ ആരോഗ്യകാര്യമായിട്ടുള്ള കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ചന പിടിക്കുന്ന കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാനും അങ്ങനെ നിർത്തിയ ഒരാളാണ്. അതായത് ഞാൻ മടുത്ത് നിർത്തിയ ഒരാളാണ്. ആ സമയമായപ്പോഴത്തേക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അസീസ് കങ്ങഴ എന്നും പറഞ്ഞുകൊണ്ടൊരു ഫേസ്ബുക്ക് സുഹൃത്തുണ്ട് എനിക്ക്. അങ്ങനെയാണ് പുള്ളിയുടെ ഫേസ്ബുക്ക് നെയിം, അസീസ് കങ്ങഴ. പുള്ളിക്കാരൻ ഒരു കർഷകനാണ്. പുള്ളിക്കാരൻ ഇതേപോലെ തന്നെ കൈത്തീറ്റ കൊടുക്കുന്ന ആളാണ്. പുള്ളിയാണ് പറഞ്ഞത് പരുത്തിപ്പിണ്ണാക്കും അതേപോലെ തന്നെ നമ്മുടെ തേങ്ങാപ്പിണ്ണാക്കും കുറച്ച് തേങ്ങാപ്പിണ്ണാക്ക് ഒഴിവാക്കാനാണ് പുള്ളി പറഞ്ഞിട്ടുള്ള കാര്യം. എപ്പോഴാണ് തേങ്ങാപ്പിണ്ണാക്ക് എന്നൊരു പണി കിട്ടണമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ കോഷ്യസ് ആയിട്ടേ കൊടുക്കുള്ളൂ, വളരെ കുറച്ചേ കൊടുക്കാറുള്ളൂ. പരുത്തിപ്പിണ്ണാക്കാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. പരുത്തിപ്പിണ്ണാക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കൃത്യമായിട്ട് ചന പിടിക്കും. കൃത്യമായിട്ട് ചന പിടിക്കുക, അതിൽ നിന്നുള്ള പ്രോട്ടീനൊക്കെ ആണെങ്കിലും അവർക്ക് അത്യാവശ്യം ആടിന് കൊടുക്കാൻ എങ്ങനെയാണ് പരുത്തിപ്പിണ്ണാക്ക് ആടിന് വളരെ കുറച്ചേ കൊടുക്കാവുള്ളൂ. അതായത് ഇപ്പോഴത്തെ നമ്മുടെ മറ്റൊരു സുഹൃത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെമിനിയാണ്. നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ജെമിനിയോട് ചോദിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കും, പരുത്തിപ്പിണ്ണാക്ക് ആടിന് കൊടുക്കാവോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് തന്നെ പറയും. അതിലൊരു കണ്ടന്റിന്റെ പേര് പറഞ്ഞു, ആ കണ്ടന്റിന്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അത് കൂടുതലായി കഴിഞ്ഞാൽ ആടിന് അതൊരു ചെറിയൊരു ടോക്സിക് എഫക്റ്റ് കിട്ടും. അങ്ങനെ വരുന്ന സാധ്യതകളുണ്ട്. ആടിന് ഒരുപാട് കൊടുക്കണ്ട എന്നാണ് ജെമിനി പറഞ്ഞിട്ടുള്ളത്. ഉള്ളതായിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ ഒരു തീറ്റയുടെ ഒരു തീറ്റയുടെ കൂട്ട് നമ്മൾ ഉണ്ടാക്കുവാണ്. അത് എന്തിനും ആയിക്കോട്ടെ. ഇപ്പോൾ ഹക്കിമാണെങ്കിലും ഇപ്പോൾ കോഴിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നത് കൊണ്ട് ഇപ്പോൾ തീറ്റയുടെ നമ്മളൊരു മിശ്രിതം ഉണ്ടാക്കുവാന്നിരിക്കട്ടെ. അതിൽ നമ്മൾ എന്തൊക്കെ നോക്കണം? പ്രോട്ടീൻ എന്തോരം ഉണ്ടെന്ന് നോക്കണം, കാർബ്സ് എന്തോരം ഉണ്ടെന്നുള്ള കാര്യം നോക്കണം, ഫൈബർ എന്തോരം ഉണ്ടെന്ന് നോക്കണം, മറ്റ് മിനറൽസ് എന്തോരം കിട്ടുന്നുണ്ടെന്ന് നോക്കണം, വൈറ്റമിൻസ് കിട്ടുന്നുണ്ടോ. ഇതെല്ലാം കൂടെ ചേർന്നാലല്ലേ ഒരു കോഴിത്തീറ്റയാണെങ്കിലും ആകുള്ളൂ. അപ്പോൾ പ്രാവിന് ആരെയാണെങ്കിലും അങ്ങനെയല്ലേ കാര്യങ്ങൾ. അപ്പം ആടിനും പശുവിനും ഒക്കെ അതുപോലെ തന്നെയാണ്. അപ്പോൾ അവർക്ക് അവരുടെ തീറ്റയിൽ കൃത്യമായിട്ടുള്ള പ്രോട്ടീൻസ് വേണം, ഫൈബർ വേണം, കാർബ്സ് വേണം, അങ്ങനെ അതിൻ്റെ കൂടെ പച്ചപ്പുല്ല് വേണം നല്ല രീതിക്ക്. അപ്പോൾ ഇതൊക്കെ കിട്ടുന്ന രീതിക്ക് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ പരുത്തിപ്പിണ്ണാക്കിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ ഉണ്ട്, അല്ല തേങ്ങാപ്പിണ്ണാക്കിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ ഉണ്ട്, അതിൽ നിന്ന് എന്തൊക്കെ കിട്ടുന്നു, അപ്പോൾ എന്തൊക്കെ ഏത് കോമ്പോസിഷൻ നമുക്ക് ചേർക്കണം, ഇതൊക്കെ നമ്മൾ ഒരു 2-3 ദിവസം പിടിക്കുന്നൊരു സംഗതി ഇപ്പോൾ ജസ്റ്റ് ജെമിനിയോട് ചോദിച്ചാൽ മാത്രം മതി. ഇതെങ്ങനെ, ഇത് എൻ്റെ കയ്യിൽ ഇത്രയും സാധനങ്ങളുണ്ട്, ഇത് എത്ര ഗ്രാം വീതം ചേർക്കണം എന്ന് ഒറ്റൊരു ചോദ്യം ചോദിച്ചാൽ മതി. കറക്റ്റ് കോമ്പോസിഷനായിട്ട് ജെമിനി പറഞ്ഞു തരും. നമുക്ക് ഈ പറഞ്ഞ പുതിയ സാങ്കേതിക വിദ്യ വരുമ്പോൾ അത് നമ്മുടെ പർപ്പസിലേക്കും കൂടെ ഉപയോഗിക്കുക. ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ കോഴി വളർത്തലിൽ ഉപയോഗിക്കുക, താറാവ് വളർത്തലിൽ ഉപയോഗിക്കുക, ഈ പറഞ്ഞ പോലെ ഈ കൃഷിയോട് ബന്ധപ്പെട്ട് അങ്ങനെ ഉപയോഗിക്കുക. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ശരിയായില്ലേ? പരുത്തിപ്പിണ്ണാക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചന പിടിക്കാന്നല്ലാതെ എന്നോട് പറഞ്ഞു തന്നത് ജെമിനിയാണ്. അല്ല, ജെമിനി ഇപ്പം പറഞ്ഞാട്ടെ, എന്നോട് ആദ്യം പറഞ്ഞത് അസീസ് കങ്ങഴ, ആ സുഹൃത്താണ് പറഞ്ഞത്. ഫേസ്ബുക്ക് ഫ്രണ്ടാണ്, ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധമാണ്. നേരിട്ടൊന്നും കണ്ടിട്ടില്ല, എന്നാൽ ഫോണിൽ വഴി സംസാരിച്ചിട്ടുണ്ട്. പുള്ളിക്ക് ഒരുപാട് പശുക്കളൊക്കെ ഉള്ള ആളാണ്. പുള്ളി ഇപ്പം എന്താ പുതിയ ഡയറിയുടെ ഒരു പുതിയ സിസ്റ്റമൊക്കെ പുള്ളി തുടങ്ങിയിട്ടുണ്ട്. കർഷകരിൽ നിന്ന് നേരിട്ട് പാലെടുത്തിട്ട് പ്രൊഡക്റ്റ് ആയിട്ട് കൊടുക്കുന്ന രീതിയൊക്കെ പുള്ളി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫേസ്ബുക്ക് വഴിയുള്ള കണ്ടന്റുള്ള ആ ഒരു പരിചയം നിലനിർത്തി പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിക്കാരും ആദ്യം എന്നോട് പറഞ്ഞിരുന്നു. പിന്നെയും വേറൊരു പെരുമ്പാവൂരുള്ളൊരു സുഹൃത്തും എന്നോട് ഇതുപോലെ തന്നെ പറഞ്ഞിരുന്നു. പുള്ളിയുടെ പേര് പെട്ടെന്ന് ഓർക്കില്ല, ഇപ്പോഴല്ല കേട്ടോ, വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഫേസ്ബുക്കൊക്കെ കയറി ഉപയോഗിച്ച് അന്ന് ഒരുപാട് ഗ്രൂപ്പുകൾ സജീവമാണ് ആ സമയത്ത്. കാര്യം ഇങ്ങനെ സംശയങ്ങളൊക്കെ ചോദിക്കാനായിട്ട് പശു വളർത്തലായിക്കോട്ടെ, ആട് വളർത്തലായിക്കോട്ടെ, കോഴി വളർത്തലായിക്കോട്ടെ, ഒരുപാട് ഗ്രൂപ്പുകൾ ആ സമയത്ത് സജീവമാണ്. കൃഷി ഗ്രൂപ്പുകൾ ഇപ്പോഴും ഉണ്ട്. എന്നാലും അതിൻ്റെ ഒരു പ്രചാരം നേടിയിട്ടുണ്ടായിരുന്ന സമയം എന്ന് പറയുമ്പോഴത്തേക്ക് ആ കോവിഡിനൊക്കെ മുമ്പ് തന്നെ നമുക്ക് ആ ഒരു ഫേസ്ബുക്കിലേക്ക് എല്ലാ ആൾക്കാരും കയറി വരുന്നൊരു സമയം ഉണ്ടായിരുന്നു. പരസ്പരം പരിചയപ്പെടാനും ആശയങ്ങളൊക്കെ കൊടുക്കാനായിട്ടും സംശയങ്ങളൊക്കെ ചോദിക്കാനും പറഞ്ഞു കൊടുക്കാനും ഒക്കെ ആളുകൾ ഉണ്ടായിരുന്നു.
മനസ്സിലായില്ല. അപ്പോൾ ആ സമയത്താണ് ഇവരൊക്കെ കണ്ടു പരിചയപ്പെട്ടപ്പോഴും ഞാനൊരു വ്യക്തിനെ കണ്ടതാണ്. പുള്ളിക്കാരൻ ഇതുപോലെ തന്നെ ചെറിയ പശുക്കളെ കുട്ടികളെയൊക്കെ മേടിച്ചിട്ട് വളർത്തി വലുതാക്കിയിട്ട് അതിനെ ചനപ്പുറത്തും അല്ലെങ്കിൽ പ്രസവിച്ച് ഉടനെയൊക്കെ കൊടുക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പുള്ളിയും പറഞ്ഞൊരു കാര്യമാണ് പരുത്തിപ്പിണ്ണാക്ക്. പരുത്തിപ്പിണ്ണാക്ക് നല്ലതാണ്, പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഒന്നും കിട്ടാനില്ല. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പല കടകളിലും പരുത്തിപ്പിണ്ണാക്ക് ഇല്ല ഇവിടെ. അപ്പോൾ നമ്മൾ അവിടെ പോയി മേടിക്കുന്നത്. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 60 കിലോത്തിന്റെ വലിയ ചാക്കായിട്ടേ കിട്ടുള്ളൂ. പ്രിയ ഫീഡ്സിൽ നിന്നാണ് മേടിക്കുന്നത്. എറണാകുളത്തുള്ള മാർക്കറ്റിലുള്ള പ്രിയ ഫീഡ്സ്. അവിടെ 60 കിലോത്തിന്റെ ചാക്കിന് 2400 രൂപ ആ റേഞ്ച് ഉണ്ട്. 2400. അപ്പോൾ കിലോയ്ക്ക് 40 രൂപ റേഞ്ചിലുണ്ടത് 60 കിലോത്തിന്റെ ആയിട്ടേ കിട്ടുള്ളൂ. നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 കിലോത്തിന്റെ പർപ്പസൊക്കെ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ തന്നെ പശുക്കൾക്ക് മാത്രമേ നമ്മൾ മെയിനായിട്ട് അത് കൊടുക്കുന്നുള്ളൂ. അപ്പൊ വില കൂടുതലാണ്. ഇപ്പൊ കാലിത്തീറ്റ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 30 രൂപ റേഞ്ചൊക്കെ അല്ലേ അതിന് 1500 അല്ല 1500 താഴെ വരുന്നുള്ളൂ 50 കിലോ പാക്കറ്റ്. അപ്പോൾ 30 രൂപ വരുന്നുള്ളൂ. പക്ഷേ പരുത്തിപ്പിണ്ണാക്ക് 40 രൂപ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ചിലവ് കൂടുതലല്ലേ, ഈ 30ന്റെ സാധനത്തിന് പകരം 40 മേടിച്ചു കൊടുക്കുമ്പോൾ ചിലവ് കൂടുതലാണെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ക്വാണ്ടിറ്റി കുറച്ച് മതി. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ ഒരു 4 വർഷം മുമ്പാണ് കേസ് നിർത്തിയെന്ന് പറഞ്ഞല്ലോ. ഞാനത് അവിചാരിതമായിട്ടാണ് ഈ പറഞ്ഞ സിസ്റ്റത്തിലേക്ക് വരുന്നത് തന്നെ. കാര്യം ആ സമയത്ത് നമ്മൾ ഇവിടെ താറാവുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുൾ ചോളം മേടിക്കുമായിരുന്നു. ഫുൾ ചോളം മേടിച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ടാണ് നമ്മളത് ഇവർക്ക് തിന്നാനായിട്ട് കൊടുക്കുമായിരുന്നു. അത് ആ സമയത്ത് കിളിപ്പിച്ചും കൊടുക്കുമായിരുന്നു. ചോളം ഒന്ന് കിളിർപ്പിക്കും. ക്ലീൻഡ് ചോളമാണ്, അതായത് എല്ലാ ചോളവും കിളിക്കും. അതായത് ഇങ്ങനെ വേസ്റ്റും കാര്യങ്ങളും ഉള്ള സാധനമല്ല. അത് കിലോ 32 രൂപയാണ് അന്നത്തെ റേറ്റ്. അത് ഈ പറഞ്ഞ പ്രിയ ഫീഡ്സിൽ തന്നെ കിട്ടുന്നത്. ഇപ്പം അത് മേടിക്കാറില്ല. അപ്പം നേരത്തെ ആ സമയത്ത് ചെയ്യുമായിരുന്നു. അന്ന് അതാണ് പശുവിന് ഞങ്ങൾ കേസ് കാലിത്തീറ്റ നിർത്തിയതിന് ശേഷം കൊടുത്തു തുടങ്ങിയത് അതായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു 5 കിലോ തീറ്റ കൊടുത്തുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഞങ്ങൾക്ക് 2.5 കിലോ മതിയായിരുന്നു സെയിം പാൽ പ്രൊഡക്ഷൻ കിട്ടാനായിട്ട്. അപ്പം നമ്മൾ ഈ പരുത്തിപ്പിണ്ണാക്കും ചോളവും എല്ലാം കൂടെ ആയിട്ട് നമ്മൾ തന്നെ ഒരു മിക്സർ അന്ന് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് പാലിന് കൊഴുപ്പ് കൂടി പശുവിന് ആരോഗ്യം ഉണ്ടായി, പശുവിന് ചന പിടിച്ച്. 4 പശു ഉണ്ടായിരുന്നത് ചന പിടിക്കാഞ്ഞുകൊണ്ട് 3 ഞങ്ങൾ കൊടുത്തു. 4ാമത്തെ ഞങ്ങൾ നിർത്തണമെന്നും പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് കാലിത്തീറ്റ മേടിക്കാൻ മടിയായിട്ട് നിർത്തിയാന്ന് ആലോചിക്കണം. മടുത്തു, പശു വളർത്തലും മടുത്ത് നിർത്തിയ സമയത്താണ് അന്ന് ഇപ്രാവശ്യം തീറ്റ മേടിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് നിർത്തിയിട്ടാണ് ഈ പറഞ്ഞ ബാക്കിയുള്ള ഈ താറാവിന് കൊടുക്കാനാണ് ചോളം മേടിച്ചെന്ന് ആലോചിക്കണം, പശുവിന് കൊടുക്കാനല്ല. ആദ്യം തന്നെ പിന്നെ കളിപ്പിച്ച സാധനത്തിലൊന്നും നുറുക്കിയെന്ന് ഇവർക്കും കൊടുത്തേക്കാന്ന് കരുതിയത്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഇപ്പം നിങ്ങൾക്കറിയാം തീറ്റ മാറിക്കഴിഞ്ഞ് എപ്പോഴും പാല് കുറയും. പാലിന് ചിലപ്പോൾ കൊഴുപ്പ് വ്യത്യാസം വരെ അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ നമ്മൾ ഈ തീറ്റയിലേക്ക് മാറിയപ്പോഴത്തേക്കും പാല് കുറഞ്ഞില്ലെന്ന് മാത്രമല്ല 1 ലിറ്റർ പാല് കൂടുതൽ കിട്ടി. 1 ലിറ്റർ പാല് കൂടുതൽ കിട്ടി, അതിന് കൊഴുപ്പുണ്ട് പാലിന് നല്ലോണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അങ്ങനെയാണെങ്കിൽ ആൾട്ടർനേറ്റീവ് മെത്തേഡ് ഉണ്ട്. ചിലവും കുറഞ്ഞു. നമുക്ക് 5 കിലോ മറ്റേത് കൊടുക്കുമ്പോൾ 150 രൂപ വരുമായിരുന്നു. നമുക്ക് ഈ ഒരു മിക്സറും അത് അതിൻ്റെ കൂടെ ഇപ്പോൾ കുറച്ച് പിണ്ണാക്ക്, കുറച്ച് തവിട് ആ സെറ്റപ്പിലാണ് കൊടുത്തത്. അതിൻ്റെ കൂടെ കുറച്ച് പരുത്തി പിണ്ണാക്ക് അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് 100 രൂപയിൽ താഴെ ഉള്ളൂ. അതിപ്പോഴും നിങ്ങൾക്ക് ഏത് ഫാം പോയി കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എല്ലാവർക്കും ഇപ്പോൾ അവരുടേതായിട്ടുള്ള രീതിക്ക് ഇപ്പം മിക്സേഴ്സ് ആയിട്ട് അവർ ഉപയോഗിക്കുന്നത് സക്സസ് ആയിട്ട് പോകുന്ന എല്ലായിടത്തും ആയിട്ട്. നമ്മൾ ഫാമൊന്നും അല്ല, നമ്മുടെ വീട്ടിലെ പർപ്പസിന് വേണ്ടിയിട്ട് 2 പശു നമ്മൾ നിർത്തിയിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ നാടൻ പശുവാണെങ്കിലും നമ്മൾ പാലിൻ്റെ പ്രൊഡക്ഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. നമുക്കതൊരു കാണുമ്പോൾ ഒരു സന്തോഷം, അതിനെ ആ ഒരു ഭംഗിയൊക്കെ അതാണ്. ഭാര്യ വീട്ടിൽ എന്നെ കണ്ടപ്പോൾ ജനിച്ച സമയത്തെ ഞാൻ പറഞ്ഞു ഇതിനെ പുറത്ത് കൊടുക്കരുതെന്ന് അന്ന് ഞാൻ പറഞ്ഞു വെച്ചതാ. അപ്പൊ അങ്ങനെ ഒരു 8-9 മാസമൊക്കെ അതിന് പ്രായമായി. 8-9 അല്ല, ഏകദേശം 1-1.25 വയസ്സായപ്പോഴാണ് അവള് ഇവിടെ വന്നത്. ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു 4-5 മാസേ ആയിട്ടുള്ളൂ. ഞങ്ങളിപ്പോ 4-5 അതിനുശേഷമാണ്. എന്താന്ന് വെച്ചാൽ ഈ പുങ്ങനൂര് ആകുമ്പോഴത്തേക്ക് ഇത്തിരി മിനിയേച്ചറായിട്ട് നമുക്ക് കിട്ടുമല്ലോ. പിന്നെ ഈ പൊതുവെ നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങളൊക്കെ മറ്റേ ഇതാണ് ഇത്തിരി ബ്രൗണിഷ് കളറല്ലേ, ഡാർക്ക് കളറല്ലേ നാടൻ പശുക്കളെല്ലാം. ഇതെന്ന് പറയുമ്പോൾ ഈ ഇതുപോലെ ഓഫ് വൈറ്റ് ഒരു ലൈറ്റ് കളർ കുറവാണ്. അതിന് ആ ലുക്ക് കിട്ടാനും ചിലപ്പോൾ കാര്യം അതുകൊണ്ടായിരിക്കും. ഈ പുങ്ങനൂർ എന്ന് പറയുമ്പോൾ ഇത്തിരിയുടെ വൈറ്റ് കളർ എന്ന് പറയുന്ന ടൈപ്പ് ആണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത്തിരിയുടെ ആ കളറൊക്കെ കിട്ടിയ ഒരു ഭംഗിയായിരിക്കില്ല, എപ്പോഴും കാണാനൊരു രസം, അങ്ങനത്തെ രീതിക്ക്. പിന്നെ അവളുടെ ചാണകത്തിനും അത്യാവശ്യം ക്വാളിറ്റിയുള്ള ടൈപ്പാണ്. കാര്യം നമുക്ക് ഉണക്കാനുള്ള കാര്യത്തിനാണെങ്കിലും ഈ പച്ചക്കറിക്കൊക്കെ ഇടാനാണെങ്കിലും കുറച്ചുകൂടെ കൊള്ളാം. ഞാൻ പറഞ്ഞു 2 പേർക്കും തീറ്റ കൊടുക്കുന്നത് സെയിം തീറ്റയാണ്. ഈ പരുത്തിപ്പിണ്ണാക്ക്, തേങ്ങാപ്പിണ്ണാക്ക്, തവിടൊക്കെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പം പിന്നെ ഒരു ധാന്യത്തിനൊരു മിക്സ് ഇപ്പോൾ അവിടെ നിന്ന് പുതിയതായിട്ട് ഇപ്പോൾ മേടിച്ചിട്ടുണ്ട് നമ്മൾ. അല്ലെങ്കിൽ മൊളാസസും പിന്നെ ശർക്കരയുടെ അതും ഇതൊക്കെയാണെന്നാണ് പറഞ്ഞത്. കിടക്കട്ടെ, കുറച്ച് ഒരു കോമ്പോസിഷൻ എന്നുള്ള രീതിക്ക് നമ്മൾ കൊടുക്കുന്നത്. മെയിനായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ ജേഴ്സിയുടെ ആ കുഞ്ഞിനാണെങ്കിലും കൊടുക്കുന്നത് നമ്മൾ ഇതാണ് കൊടുക്കുന്നത്, പരുത്തിപ്പിണ്ണൊക്കെ കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ വാരിയലുകൾക്കാണെങ്കിലും കുറച്ചൊക്കെ വികാസം വരാനും ഇടുപ്പെല്ലൊക്കെ ഇത്തിരി വികാസം വരാനായിട്ടൊക്കെ നല്ലതാണെന്ന് ജെമിനിയ പറഞ്ഞത് കേട്ടോ. എന്തായാലോ നല്ല പുതിയ സാങ്കേതിക. ഞാൻ എപ്പോഴും എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ പുള്ളിയോട് ചോദിക്കും. എന്ത് കാര്യമുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ഫോണിൽ അതിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇപ്പോൾ ഒരു ദിവസം തന്നെ ഒരു 8-10 കാര്യങ്ങൾ ഞാൻ ചോദിക്കും. അപ്പോൾ
രജിസ്റ്റർ നോക്കിയാൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, നമുക്ക് ഒരുപാട് ടൈം സേവിങ് ഉണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഇന്റർനെറ്റ് ഉള്ള ഒരു ഫോൺ നമുക്ക് ആദ്യം കിട്ടുന്നത് +2 പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ ആ സമയത്ത് ആ 2G സമയമൊക്കെ ആണെന്ന് ആലോചിക്കണം. 2G ഇല്ലെന്ന് തോന്നുന്നു, 1G ആണെന്ന് തോന്നുന്നു ആ സമയത്ത്. അന്ന് ചെറിയൊരു ഫോണ്, കീപാഡ് ഫോണ്, അതിൽ നമ്മൾ ആനിമൽ ഹസ്ബൻഡറി കേരള ഗവൺമെന്റിന്റെ വെബ് പേജ് ഉണ്ട്, അന്നുകൊണ്ട് ഇന്നും ഉണ്ട്. അന്ന് നമ്മൾ അതിൽ കുത്തിയിരുന്ന് ഇങ്ങനെ വായിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ് ഒന്നും ഇല്ല. അന്ന് കൃഷിയെ പറ്റിയിട്ട് നമുക്ക് അറിയാനുള്ള താല്പര്യമുണ്ട്. കേരള കർഷകശ്രീ ആർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ അതുവഴിയാണ് നമ്മൾ മുയൽ വളർത്താനൊക്കെ പഠിച്ചത്. കർഷകശ്രീ അതിൽ വന്ന ആർട്ടിക്കിൾ 2008 ആഷിയാന എന്നും പറഞ്ഞിട്ടുള്ള ഒരു മുയൽ ഫാം ഉണ്ട്. അങ്ങനെ നമ്മുടെ കേരളത്തിൽ തന്നെ വലിയ ഇതാണ്. അവരുടെ ഒരു ആർട്ടിക്കിൾ കണ്ടിട്ടാണ് ആദ്യമായിട്ട് ഞാൻ മുയൽ വളർത്തേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചതും. ഈ കേരള കർഷകനി വന്നതാണ്. അപ്പൊ നമുക്ക് അതിനുശേഷം ഡിജിറ്റലായിട്ട് വന്നപ്പോൾ നമ്മൾ അതിനെ പറ്റിയിട്ട് അതിൽ വായിക്കാനായിട്ട് നമ്മൾ താല്പര്യപ്പെടില്ലേ. ഇപ്പൊ ബാലരമയൊക്കെ വായിക്കാനായിട്ട് നമ്മൾ ഓരോ ലക്കം വരാനായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന പോലെ കേരള കർഷകരായിട്ട് കാത്തിരിക്കുമായിരുന്നു. വായിച്ച് വന്നിട്ട് പരസ്യം ഉൾപ്പെടെ നമ്മൾ വായിച്ചു തീർക്കുമെന്ന് അറിയാം. ഒരു പരസ്യം വന്നാൽ പരസ്യം ഉൾപ്പെടെ വായിക്കും, അത് തീർക്കണ്ടേ വായിച്ച്. അപ്പൊ ആ ഒരു പ്രവണത നമുക്ക് വന്നപ്പോൾ ഫോൺ കൈ കിട്ടിയപ്പോഴത്തേക്കും നമ്മൾ ആദ്യം ഇതൊക്കെയല്ലേ നോക്കുന്നത്. അപ്പൊ അതിലുള്ള അക്വാപോണിക്സ് സിസ്റ്റം, ഹൈഡ്രോപോണിക്സ് സിസ്റ്റം ഒക്കെയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഇവിടെ തുടങ്ങിയിട്ടില്ല. അതിൻ്റെ ഒരു പ്രാരംഭഘട്ടം എന്നുള്ള രീതിക്ക് നമ്മൾ പല കാര്യങ്ങളും ഇപ്പോൾ അതിനെ പറ്റിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ആദ്യത്തെ ഒരു ഘട്ടമാണ് നിങ്ങളിപ്പോൾ അവിടെ കണ്ട ആ ഗോൾഡ് വിഷൻ്റെ ടാങ്ക് കണ്ടില്ല, അതിനകത്തുള്ള ഫിൽട്രേഷൻ സിസ്റ്റം എന്നുള്ളത് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി കൊണ്ടുവരാനുള്ളതാണ്. കാര്യം നൈട്രജൻ ഫിക്സേഷൻ അവിടെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. നമുക്കത് സക്സസീവായിട്ട് നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നുണ്ട്. അതായത് അമോണിയനെ നമുക്ക് നൈട്രേറ്റ് ആയിട്ട് നമുക്ക് മാറ്റുക എന്നുള്ളതാണ്. ഇനി വേണ്ടത് ആ നൈട്രേറ്റിനെ സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന പരുവത്തിന് നമ്മൾ അതിനൊരു പ്ലാറ്റ്ഫോം റെഡിയാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ചിലവ് കൂടിയിട്ടുള്ള രീതിക്ക് പോകുന്നതിലല്ല. അപ്പൊ ഞാനിപ്പോ ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ് ആക്കി എടുക്കുന്നതിലാണ് കാര്യം. അതെ, നമ്മൾ പടിപടിയായിട്ട് കാര്യങ്ങൾ ഇപ്പോൾ 1 വർഷം കൊണ്ടാണ് ആ ടാങ്ക് ഇങ്ങനെ അത്രയും ക്ലാരിറ്റി ആയിട്ട് ടാങ്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ അത് അത്രയും ആ ഒരു ഫിൽട്ടർ സിസ്റ്റം അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ഇപ്പൊ ആ ഫിൽട്ടർ കഴുകണമെന്നുണ്ടെങ്കിൽ ഞാൻ കഴുകി കാണിച്ചു തരാം. അഴുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 ബക്കറ്റ് വെള്ളത്തിൽ കഴുകിയാൽ അതിൻ്റെ അഴുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. അത്രയും ടാങ്കിൽ നിന്നുള്ള വെള്ളമാണ് ഫിൽട്ടർ ചെയ്ത് അതിലിരിക്കണമെന്ന് ആലോചിക്കണം. ആ പഞ്ഞി, സിന്തറ്റിക് പഞ്ഞി നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ അത് തന്നെ ഇപ്പോൾ ക്ലോഗ് ആയി. അതിൻ്റെ താഴെയുള്ള നെറ്റിലാണ് ഇപ്പോൾ വേസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ നെറ്റും കൂടെ നിറഞ്ഞു നിൽക്കുന്ന സാധനം വരുമ്പോൾ നമ്മളത് കഴുകും. ഏകദേശം 1.5 മാസത്തോളം അത് നിൽക്കും. ആ 1.5 മാസത്തിനുള്ളിൽ നമ്മൾ കഴുകി കഴിയുമ്പോഴത്തേക്കുള്ള വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വേസ്റ്റ് ആയിരിക്കും അതിനകത്ത്. അപ്പോൾ ഈ വേസ്റ്റ് ഫിൽട്രേഷൻ നടന്നു കഴിഞ്ഞു, മനസ്സിലായില്ലേ? അപ്പം അതിനുശേഷമുള്ളത് നൈട്രേറ്റ് ആയിട്ട് മാറിയല്ലോ. ഈ നൈട്രേറ്റ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ മീനുകൾക്ക് കംപ്ലൈൻ്റ് ആണ്, ഒരുപാട് ആവാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കോരി നമ്മൾ ചെടികൾക്ക് കുഴിക്കുന്നു, അതിലേക്ക് പുതിയ വെള്ളം കയറ്റുന്നു. അതാണ് ഇപ്പം ചെയ്യുന്നത്. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് അതിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ചെടികളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കോഴികളുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഫുള്ള് വലയിട്ടിരിക്കുന്നത്, അഴിച്ചു വിട്ടേക്കുന്നത് കൊണ്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 7 കോഴികളേ ഉള്ളൂ. അവരെ കൂട്ടിലിട്ട് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഒന്നുള്ളൂ. കോഴികളെന്തോ കൂട്ടിലിടാണ്ട് താല്പര്യമില്ല. കാര്യം ഇപ്പോൾ അവരാ പുറത്ത് നടക്കുമ്പോഴത്തെ അവർക്ക് സന്തോഷം. നിങ്ങൾ ആ പുള്ളിക്കോഴിനെ കണ്ടില്ല, 7 വയസ്സ് ഇടുന്നില്ല. അവള് മുട്ടയിടുന്ന പരിപാടി ആൾ നിർത്തി. 7 ആയിരിക്കില്ല, 8 വയസ്സെങ്കിലും ഉണ്ടാകുമായിരിക്കും അവർക്ക്. മുട്ടയിടൽ നിർത്തിയിട്ട് തന്നെ 1.5 വർഷമായിട്ട് പുള്ളി മുട്ടയേ ഇടുന്നില്ല. എന്നാൽ അതവിടെ ഇങ്ങനെ നടക്കുവാണ്. പുള്ളിക്കാരി ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കണ കാണുമ്പോൾ നമുക്കൊരു ഇത് സന്തോഷം. ആ പുള്ളി അങ്ങനെ ചിക്കിപ്പറക്കൊക്കെ നടന്നോട്ടെ അങ്ങനെ രീതിക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ പച്ചക്കറി കൃഷി ചെയ്യണ സ്ഥലങ്ങളൊക്കെ ഇതുപോലെ വല ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് പച്ചക്കറി കൃഷികൾ ചെയ്യും. പിന്നെ കൂടുതൽ ഇപ്പൊ പടർന്ന് പന്തലിക്കണം. അപ്പൊ കോവക്കൊക്കെ കണ്ടില്ല, അപ്പൊ കോവക്ക, പിന്നെ ഇപ്പൊ പടവലം പാവല് നടാനായിട്ടുള്ള ചാക്കുകളാണ് അവിടെ നിറച്ച് വെച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ല, അവിടെ നിറച്ച് വെച്ചിട്ടുള്ളത്. അപ്പൊ തൈകളൊക്കെ മേടിച്ച് വെച്ചേക്കാണ്. അതിന്ന് നിറച്ചിട്ട് എനിക്ക് നടാനുള്ള അതിന്റെ ഇടക്ക് വന്ന്. അപ്പൊ അത് നമ്മളോട് സഹകരിച്ചതിന് സന്തോഷം. ആയിക്കോട്ടെ, ഇനി എന്തെങ്കിലും അറിയാറുണ്ടോ? കൊറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അല്ല, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിച്ചോ? സംശയങ്ങൾ ആൾക്കാർക്ക് തുടരെ വിളിക്കാനായിക്കളാം. ഫേസ്ബുക്ക് ഫോളോ ചെയ്യാം. ഫേസ്ബുക്കില് അരുൺ കാരച്ചിറ. അപ്പൊ അതിൽ നോക്കി വെച്ചാൽ മതിയാവും. അതില് കുറെ പോസ്റ്റുകളൊക്കെ അതിന്റെ ഇതിലൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ചോദിക്കാന്നുണ്ടെങ്കിലും ആൾക്കാർക്ക് നമ്മുടെ നമ്പർ കൊടുത്തു കഴിഞ്ഞാല് ആൾക്കാർക്ക് വാട്സപ്പിലായാലും കോൺടാക്ട് ചെയ്യാല്ലേ. തീർച്ചയായിട്ടും അവർക്ക് ഇതുമായിട്ട് വളർത്തുന്നതിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞാൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ അതിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ ചിലപ്പോൾ വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ മെസ്സേജ് വാട്സാപ്പിൽ മെസ്സേജ് ഇതിനെ കൊണ്ട് തന്നെ വിരിച്ചേക്കാനായിട്ട് ഇതല്ലേ. ഞങ്ങൾ ഇവിടെ ഫ്ലൈ ഡെക്കിലാണ് വിരിക്കാനായിട്ട് വെക്കാറുള്ളത്. താറാവിനൊക്കെ അല്ലേ, നാടൻ താറാവിന്റെ കുഞ്ഞാണെങ്കിലൊക്കെ അങ്ങനെ. നമ്മുടെ ഒരു സുഹൃത്ത് തന്ന മുട്ട തന്നിട്ടേ, പുള്ളിക്കാരൻ ജാക്സൺ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തുണ്ട് വൈപ്പിനില്. പുള്ളിക്കാരൻ തന്നാണ് അപ്പുറത്തേക്കുന്ന കുഞ്ഞുങ്ങള്, ആ വലുതായിട്ടുള്ള നാടൻ താറാവുകൾ തന്ന കുഞ്ഞു. അത് പുള്ളി കുഞ്ഞുങ്ങളായിട്ട് തന്നെ എനിക്ക് തന്നതാണ്. പിന്നെ ഇത് പുള്ളി എനിക്ക് മുട്ട തന്നിട്ട് ഞാൻ ഇവിടെ വിരിക്കാൻ പറ്റും. ഇവിടെ അത്രക്ക് പെർഫെക്റ്റ് അല്ല മുട്ട വിരിയിക്കാൻ, ഇത്തിരി മടിച്ചാണ്. മുട്ടയൊക്കെ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കുമായിരുന്നു. നമ്മൾ തന്നെയൊക്കെ എടുത്ത് വെച്ചോളൂ. അങ്ങനെയാണ് എണ്ണം കുറഞ്ഞു. അല്ലെങ്കിൽ ഒരു 10-15 കുഞ്ഞുങ്ങൾ കിട്ടേണ്ടതായിരുന്നു. 16 മുട്ട വെച്ചാൽ അതിൽ 2 കാക്ക കൊണ്ടുപോയി. ബാക്കിയുള്ള മുട്ട എല്ലാം വിരിയേണ്ടതായിരുന്നു. എല്ലാവരും കൊടുക്കണേ അല്ലേ? ഇവർക്കൊക്കെ അതായത് മെയിൻ ആയിട്ട് കൊടുക്കുന്ന ഗ്രോവറാണ്. രാവിലെ അങ്ങോട്ട് കൊടുക്കുന്ന ഗ്രോവറാണ്. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കുറേശ്ശെ ഞാൻ നേരത്തെ പറഞ്ഞ തീറ്റകളൊക്കെ അവിടെ അവർക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ പിണ്ണാക്കാണെങ്കിലും ഒക്കെ കലർത്തി കൊടുക്കും. പിന്നെ ചെമ്മീൻ തല നമുക്ക് കിട്ടുമ്പോൾ അത് കുറച്ച് കൊടുക്കും, അത് വേവിച്ച് കൊടുക്കും. നമ്മളത് ഉണക്കി വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം.
ഇതല്ല അവർക്ക് ടാങ്ക് ഇതൊക്കെ മാറ്റാനുള്ളതാണോ? രാവിലെ ഞങ്ങൾ മാറ്റുന്നതാണ് ഈ ടാങ്കിലെ വെള്ളം. ഇത് കതൽവാഴിയാണ് ഈ നിൽക്കുന്നത്, ഈ കൂട്ടം മുഴുവൻ. നേരത്തെ പറഞ്ഞല്ലോ ടിഷ്യൂ കൾച്ചർ ഞങ്ങൾ മേടിച്ചു വെച്ചിട്ട് അതിന്റെ കുഞ്ഞുങ്ങളാണ്. അതൊന്നും പിരിച്ചില്ല, സമയം കിട്ടിയില്ല എന്നുള്ളതാണ് ആ വിഷയം. ഒരു കടാനായിട്ടുള്ള സമയം കിട്ടിയില്ല. അപ്പൊ എന്താ പിന്നെ അത് അവിടെ തന്നെ നിക്കട്ടെ എന്ന് കരുതി. അപ്പൊ എന്ത് ചെയ്യും, ഈ താറാവിന്റെ ഒക്കെ വളം നിങ്ങൾക്ക് അങ്ങോട്ടേ പിടിക്കും. നല്ല വെയിലുള്ള ഏരിയ അല്ലേ, അപ്പൊ പിന്നെ നമ്മൾ മാറ്റാൻ നിന്നില്ല, അങ്ങനെ നിർത്തിയതാണ് ആ വാഴ മുഴുവൻ. കൊടുക്കണല്ലേ ഇത് തറന് കൊടുക്കാൻ വേണ്ടി. അതെ, ഇത് നമ്മൾ വെറുതെ അവിടെ കൊണ്ട് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചേക്കും. അതുങ്ങൾ ആവശ്യമുള്ളപ്പോഴത്തേക്കും ഇതേപോലെ തന്നെയാണ് ആ ചെമ്മീത്തല ഉണക്കിയിട്ട് നമ്മള് അത് വെച്ചിട്ടുണ്ട്. ചെമ്മീത്തിന്റെ ഉണക്കിയത് കണ്ട ഇങ്ങനെ പൊടിഞ്ഞു 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 അത് ഞാൻ നേരത്തെ പറഞ്ഞ പച്ച നമ്മൾ കൊടുക്കുമ്പോൾ വളരെ കുറച്ചേ കൊടുക്കുള്ളൂ. ഞാൻ പറയാം, അത് കിടന്നു കഴിഞ്ഞാൽ തീറ്റയുടെ അവിടെ കിടന്നിട്ട് അത് പിന്നെ വേസ്റ്റ് ആയി മാറി ചീഞ്ഞു കഴിഞ്ഞാൽ ആ വേസ്റ്റ് ഇവര് കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ കാഷ്ടത്തിന് സ്മെല്ല് കൂടും. ഒന്നാമത്തെ പ്രശ്നം. പിന്നെ മുട്ടയിട്ട് തുടങ്ങുന്ന സമയത്ത് ആ മുട്ടക്കും പ്രശ്നം വരും. മുട്ടക്കൊരു ഉളുമ്പ് സ്മെല്ല് വരുന്നത് അവരാ തീറ്റ കഴിക്കുന്നത് എന്താണോ അതാണ് ഇവർക്ക് പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് വരുള്ളൂ. നല്ല ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലത് അവർ തിരിച്ചു തരും. അതിപ്പോ കാഷ്ടത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, കാഷ്ടം സ്മെല്ല് കൂടും നമ്മൾ ചീത്ത കൊടുത്തു കഴിഞ്ഞാൽ. അപ്പം നമ്മൾക്ക് അറിയാലോ, വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഇട്ട് വളർത്തുമ്പോഴത്തേക്കും നമ്മൾ മാക്സിമം സ്മെല്ല് കുറക്കണം. അപ്പോൾ ഈ ഉണക്കായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും കുഴപ്പമില്ല. കണ്ടു ഇതാകുമ്പോഴത്തേക്കും കണ്ടു ഇപ്പം എടുക്കുമ്പോഴത്തേക്കുള്ള ഒരു ചെറിയൊരു ഇത് മാത്രം, ഒരു ഉണക്കമീൻ്റെ ഒക്കെ ആ ഒരു ഇത് മാത്രം നമുക്ക് സ്മെല്ല്, അതായത് ഒരു ചീഞ്ഞ ഒരു അപ്പിയറൻസ് വരൂല്ലത്. അപ്പം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളത് വളരെ കുറച്ച് കൊടുക്കും. എന്നിട്ട് അത് കിട്ടാത്ത സമയത്താകുമ്പോഴത്തേക്കും നമ്മൾ ഇതങ്ങോട്ട് കൊടുക്കും. നമ്മൾ ഇതുപോലെ തന്നെ ഇപ്പൊ അവിടെ പറമ്പിൽ ഇട്ടിട്ടുണ്ട് ഉണക്കാനായിട്ട്. അപ്പൊ അത് ആ ഉണങ്ങുന്നതിനനുസരിച്ച് അത് ഇവിടെ കൊണ്ടുവന്ന് വളരെ കുറച്ച് കൊടുത്താൽ മതി. ഒരുപാടൊന്നും അങ്ങനെ കൊടുക്കണമെന്ന കാര്യമൊന്നുമില്ല. ഇതാണ് മൊത്തം വഴുതന. ഇത് മൊത്തം മറ്റേ ഇല്ലിക്കൊമ്പൻ എന്ന് പറയുന്ന ടൈപ്പ് സാധനമാണ്. അതെ, ഇതിലേക്ക് ഇനിയിപ്പോൾ ഉണ്ടാക്കാനുള്ള വളം അവിടെ ഇരിക്കും, ഇതിലോട്ട് ഒഴിക്കാനുള്ളത്. ഇതിലേക്കുള്ള വളം നമ്മൾ ഉണ്ടാക്കിയെടുക്കും, സ്ലറി പോലെ. ചാണകം, ശർക്കരയും പിന്നെ അതിലേക്ക് ചെമ്മീന്തലി ഇടും. അതായത് അത് ഫ്രഷ് ആയിട്ട് കിട്ടുന്ന സമയത്ത് നമ്മൾ അതും കൂടെ അതിലേക്ക് ചേർത്തിട്ട് ഇളക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നമ്മുടെ വിശേഷങ്ങൾ മൊത്തം പറഞ്ഞു, ഒരു സെറ്റപ്പുകൾ മൊത്തം നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വീഡിയോ ഇപ്പോൾ 1 മണിക്കൂറിന് അടുത്തായി. നല്ല ലെങ്തായി വീഡിയോ. വിശേഷം പറഞ്ഞു വന്നപ്പോഴത്തേക്കും കൂടിപ്പോയി. അപ്പോൾ എന്തായാലും വീഡിയോ ഒരാൾ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് ഇതുവരെ എവിടെയും കിട്ടാത്ത അറിവുകൾ ഈ വീഡിയോയിലുണ്ട്. കുറേ കാര്യങ്ങൾ പഠിക്കാനും ഉണ്ട്. പഠിച്ചോണ്ടിരിക്കുകയാണല്ലോ, ഇപ്പൊ ഞാനും പഠിച്ചോണ്ടിരിക്കുകയാണ്. അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് ഇപ്പോ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് കൃഷിയിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാത്ത കാര്യങ്ങൾ അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. ഞാനിപ്പോഴും എൻ്റെ കർഷക സുഹൃത്തുക്കളെ പുതിയതായിട്ടുള്ള ആൾക്കാരെ പരിചയപ്പെടുമ്പോഴാണെങ്കിലും ഞാൻ അവരോടും സംസാരിക്കുമ്പോഴത്തേക്ക് അവർ പറയുന്നതും കൂടെ കേൾക്കാറുണ്ട്. കാര്യം നമുക്കറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ താറാവ് വളർത്തലും എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നെറ്റിൽ വളർത്തുന്ന ആൾക്കാരുണ്ട്. നെറ്റ് പ്ലാറ്റ്ഫോമായിട്ട് ചെയ്ത് വളർത്തുന്ന ഒരാളെ ഞാൻ വയനാട് പോയപ്പോഴത്തേക്ക് ഒരു തവണ കണ്ടതാണ്. അപ്പോൾ അതുമൊക്കെ നമുക്ക് പുതിയ അറിവുകളാണ്. കാര്യം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇവരുടെ കാഷ്ടത്തിന്റെ ആ ഒരു തൊട്ടും തന്നെ അവരുടെ ശരീരത്തിൽ നിൽക്കുന്നില്ല. മുട്ടയിലാണെങ്കിലും കാഷ്ടത്തിന്റെ പ്രശ്നമില്ല എന്നൊക്കെ. അപ്പൊ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, എന്നാൽ കൂട്ടിലേക്ക് വെള്ളം കയറുന്ന പ്രശ്നം വരില്ല. ഇതിൽ നമുക്ക് ഉയർത്തിയൊക്കെ വെക്കാനായിട്ട് പറ്റും. പടിയൊക്കെ കൊടുത്താൽ മതി. അപ്പൊ മഴ വന്ന് വെള്ളം കയറിയാലും കൂടിനകത്ത് വെള്ളം കയറില്ല. അപ്പൊ താറാവൊക്കെ ആണെങ്കിലും കൂട്ടിൽ വെള്ളം നിന്ന് കഴിഞ്ഞാലും മുട്ടയിടല് നിന്ന് പോകും. അവർക്ക് എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള ഒരു ഏരിയ ഒക്കെ വേണമല്ലോ. അപ്പൊ അതേപോലത്തെ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുവല്ലേ. അപ്പൊ നമ്മുടെ ഇവിടെ നമുക്ക് എന്തൊക്കെ അത് ചെയ്യാനായിട്ട് പറ്റും, നമുക്കത് ഏത് രീതിക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളും പഠിക്കുന്നു. അങ്ങനെ തീർച്ചയായിട്ടും ആൾക്കാരുടെ എന്തെങ്കിലും പുതിയ അറിവുകൾ നമ്മളായിട്ട് ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും അങ്ങനെ വേണമല്ലോ വരെ. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ പച്ചക്കറി തൈകൾ ഇപ്പൊ നമ്മള് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് അങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് തരാറുണ്ട്. ഒരു ബാർട്ടറുടെ സിസ്റ്റം ഉള്ളു. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിവുകളും അതേപോലെ തന്നെ നമ്മൾ നമുക്ക് അറിയാവുന്ന പറഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെ. ഇപ്പൊ നേരത്തെ പശുക്കളുടെയൊക്കെ കാര്യം പറഞ്ഞ പോലെ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് കിട്ടിയ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കുത്തിവെപ്പിൽ നമുക്ക് പശുവിനൊക്കെ ചന പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ആ രീതിയിലേക്ക് ആക്കിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ ഒരുപാട് പേരങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഭൂരിഭാഗം സ്ഥലത്തും അത് കിട്ടുന്നില്ല ആ ഒരു സെറ്റപ്പിലേക്ക്. അങ്ങനെ വരണമെന്നുള്ളതാണ് പറയുന്നത്. കാര്യം ഇപ്പൊ അറിയാലോ, പാലൊന്നും നല്ലത് ഒരിടത്തും കിട്ടാനില്ല. ഇപ്പോൾ എത്ര ക്യാഷ് നമ്മൾ മുടക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടാത്തൊരു സാധനമാണ് നല്ല ഭക്ഷണം എന്നുള്ളത്. കാര്യം നമ്മുടെ നാട്ടിൽ ഉള്ള ഓരോ സാധനങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഒരു പരിമിതിയുണ്ട്. ഒരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ തന്നെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഞാൻ നോക്കിയിട്ട് ഒരു ബെറ്റർ എന്നത്. അല്ലാതെ നമുക്ക് എത്ര ഒരു വരുമാനത്തിൻ്റെ ലെവലിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര കാശ് മുടക്കിയാലും നമുക്ക് നല്ല സാധനം കിട്ടുക എന്നുള്ളത് വേണമെങ്കിൽ അത് നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ നമ്മളെ കൊണ്ടാവുന്നത് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് താല്പര്യം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു ആവശ്യകതാ ബോധം കൂടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എല്ലാവർക്കും അത് ഉപകാരപ്പെട്ടു. താങ്ക് യു. അപ്പൊ നമ്മുടെ വീഡിയോക്ക് വേണ്ടി ഇത്രയും സഹിച്ച വളരെ
അപ്പൊ പിന്നെ എന്റെ പണികളൊക്കെ ചെയ്യട്ടെ. തീർച്ചയായിട്ടും നടക്കട്ടെ, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പൊ നമ്മുടെ അരുൺചേട്ടനെ പരിചയപ്പെട്ടു, ചേട്ടന്റെ വിശേഷങ്ങൾ മൊത്തം പറഞ്ഞു. ഒരാൾക്ക് ഈ വീഡിയോ കണ്ടാൽ ഒരുപാട് പുതിയ അറിവുകളും പുതിയ കാര്യങ്ങളും ഒരുപാട് പഠിക്കാൻ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ പരമാവധി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കുക. എല്ലാവരും നമ്മളെ സപ്പോർട്ട് കഴിഞ്ഞ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.